24-ാമത്തെ ശ്ലോകം മുതലാണ്. സഞ്ജയവാച ഏവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണപ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാൻ ഉവാച പാർത്ഥ പശ്യേതാൻ സമവേതാൻ പുരോനിധി. ഭാരത, സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുകയാണ്. ഭാരത എന്ന് പറയുന്ന സംബോധനയാണ്. ഭരതവംശത്തിൽ പിറന്നവനെ എന്നാണ്. ഗുഡാകേശേന ഏവം ഉക്തഃ ഋഷികേശഃ. ഗുഡാകേശനാൽ, ഗുഡാക നിദ്ര, ഈശൻ അതിനെ ജയിച്ചവൻ, നിദ്ര എന്ന് പറഞ്ഞ ആലസ്യം, മന്ദത ഇതിനെയൊക്കെ ജയിച്ചവൻ ആണ് അർജുനൻ. അർജുനന്റെ പര്യായപദമായിട്ട് മാത്രമല്ല, പലപ്പോഴും വിശേഷണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ് ഗുഡാകേശൻ. വളരെ ഊർജ്ജസ്വലൻ, സമർത്ഥൻ, വീരൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഗുഡാകേശൻ, നിദ്രയെ ജയിച്ചവൻ. അത് അർജുനന് യോജിക്കുന്ന ഒരു വിശേഷണമാണ്. അർജുനൻ മഹാപരാക്രമിയാണ്, ആലസ്യം പോലെയുള്ള ദുർഗുണങ്ങളൊന്നും ഇല്ലാത്തവനാണ്. അർജുനന്റെ സാമർഥ്യത സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അർത്ഥവത്തായ ഒരു പദത്തെ അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് വ്യാസഭഗവാൻ. അങ്ങനെയുള്ള അർജുനനാൽ ഉക്തഃ ഋഷികേശഃ, പറയപ്പെട്ടവനായ ഋഷികേശൻ ഭഗവാൻ, ഇപ്രകാരം പറയപ്പെട്ടവനായ ഭഗവാൻ സേനയോഹോ മധ്യേ, സേനയോഹോ ഉഭയോഹോ, ഉഭയോഹോ സേനയോഹോ, സേനയോരുഭയോഹോ, ഉഭയോഹോ സേനയോഹോ, രണ്ട് സേനകളുടെയും ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം മഹീക്ഷിതാം ച മധ്യേ. ഭീഷ്മദ്രോണ പ്രമുഖതഃ, ഭീഷ്മർ, ദ്രോണർ തുടങ്ങിയ പ്രമുഖന്മാരുടെയും സർവേഷാം മഹീക്ഷിത, സർവമഹീക്ഷിത് രാജാവ്, മഹീക്ഷിത സർവരാജാക്കന്മാരുടെയും മധ്യേ, സേനകളുടെ മധ്യത്തായി ഭീഷ്മദ്രോണ പ്രമുഖത, ഭീഷ്മദ്രോണൻ തുടങ്ങിയ സർവരാജാക്കന്മാരുടെയും മധ്യത്തിലായി ഉത്തമം രഥം, രഥോത്തമം, ഉത്തമമായ ആ രഥത്തെ സ്ഥാപയിത്വ നിർത്തിയിട്ട് ഉവാച പറഞ്ഞു. പാർത്ഥ, അല്ലയോ പാർത്ഥ, ഏതാൻ സമവേതാൻ കുരൂൻ പശ്യ ഇതി. ഏതാൻ സമവേതാൻ കുരൂൻ പശ്യ ഇതി എന്ന് പറഞ്ഞു. അല്ലയോ പാർത്ഥ അർജുന, ഏതാൻ സമവേതാൻ, ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നവരായ സമവേതാൻ,
കൂടിയിരിക്കുന്നവർ ആയ കുരുവൻ കുരുക്കന്മാരെ, കുരുവംശത്തിൽപ്പെട്ടവരെ പശ്യ നോക്കൂ. പശ്യ ഏതാൻ പശ്യൈതാൻ. സേനയുടെ മധ്യത്തിൽ ഭീഷ്മദ്രോണാദികളുടെ മുന്നിലായി ആരഥത്തെ നിർത്തി അർജുനൻ ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെ ഈ കുരുക്കന്മാരെ നോക്കൂ. കുരുവൻ പശ്യ എന്ന് പറഞ്ഞതിന് ചില വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു ചെറിയ വാചകത്തിലാണ് ഭഗവാൻ പറഞ്ഞത്, ഏതാൻ സംവേദാൻ കുരുവൻ പശ്യ. ഇത്രയുള്ള ഒരൊറ്റ വാക്യം. ഇതിൽ ഈ കുരുവൻ എന്നുള്ള പദം പ്രയോഗിച്ചത് കുരുവംശത്തിൽപ്പെട്ടവരാണ് ഇവിടെ യുദ്ധത്തിനായി കൂടിയിരിക്കുന്നത് എന്ന് സൂചിപ്പിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഭഗവാൻ ഈ ഒരു വാക്ക് പ്രയോഗിച്ചതുകൊണ്ടാണ് അർജുനന് പെട്ടെന്ന് മനംമാറ്റം ഉണ്ടായതും അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ തുടങ്ങിയതും എല്ലാം ഈ ഒരു പദപ്രയോഗം കൊണ്ടാണ്. അത് അർജുനന്റെ മനസ്സിൽ തട്ടാൻ വേണ്ടി ഭഗവാൻ മനഃപൂർവ്വം അങ്ങനെ ഒരു ശബ്ദം പ്രയോഗിച്ചതാണ്. തന്റെ വംശത്തെ, വംശബന്ധത്തെ, ബന്ധുമിത്രാദികളെ കുറിച്ചുള്ള ഒരു കൃപ അടുത്തിനി പറഞ്ഞ അത് അർജുനന്റെ മനസ്സിലുണ്ടാക്കി അർജുനൻ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയുന്നതിന് വേണ്ടി ഭഗവാൻ പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞതിന് ഗീത ഉപദേശിക്കാൻ വേണ്ടി. കാരണം അർജുനൻ പിന്തിരിയുന്ന ഒരു സന്ദർഭം ഉണ്ടായാലേ ഗീത ഉപദേശിക്കാൻ പറ്റും. അപ്പൊ അർജുനനെ നിമിത്തമാക്കി ലോകത്തിന് ഗീതോപദേശം നൽകുന്നതിന് വേണ്ടി ഭഗവാൻ കൃത്രിമമായി സൃഷ്ടിച്ച ഒരു സാഹചര്യമാണിതെല്ലാം എന്ന് വ്യാഖ്യാനിക്കുന്നവരാണ്. അങ്ങനെയുള്ള വ്യാഖ്യാതാക്കൾ പറയുന്നത് അതിനുവേണ്ടി ഭഗവാൻ കരുതിക്കുട്ടി കുരു എന്നുള്ള ഒരു പദം ഉപയോഗിച്ചു. അപ്പൊ അത് പെട്ടെന്ന് അർജുനന്റെ മനസ്സിൽ പലതരത്തിലുള്ള വികാരങ്ങളും ഭാവങ്ങളും എല്ലാം ഉണ്ടാക്കി. അതിന്റെ ഫലമായിട്ടാണ് അർജുനൻ യുദ്ധഭൂമിയിൽ നിന്നും പിന്തിരിയാൻ ഒരുമ്പെടുന്നത്. അതിനവർ നിമിത്തമാക്കി ഭഗവാൻ പറയുന്നുണ്ട് എന്താണ്, യുദ്ധത്തെ സംബന്ധിച്ച് സർവ്വകാര്യങ്ങൾക്കും നിമിത്തമാത്രം, നീ കേവലം നിമിത്തമാത്രമാണ്, ചെയ്യുന്നതെല്ലാം ഞാനാണ്. അങ്ങനെയാണെങ്കിൽ ഗീതോപദേശവും അതിന്റെ സന്ദർഭവുമെല്ലാം ഭഗവാന്റെ തന്നെ സൃഷ്ടിയാണ്. അത് മഹാഭാരതത്തിൽ പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്. യുദ്ധത്തെക്കുറിച്ച് ഇത്രയും ഭീകരമായ സർവനാശകരമായ ഒരു യുദ്ധം ഭഗവാന്റെ സാന്നിധ്യത്തിൽ തന്നെ നടന്നു. ഇത്രയും ഹിംസാത്മകമായ ഒരു പ്രവൃത്തി, ഭാരതത്തിലെ വീരന്മാർ മുഴുവൻ നശിച്ച ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിന്റെ ഭവിഷ്യത്ത് ഭഗവാൻ അറിയാമായിരുന്നു. എന്തുകൊണ്ടിത് ഒഴിവാക്കിയില്ല, എന്തുകൊണ്ട് ഒഴിവാക്കാൻ കഴിഞ്ഞില്ല, അതിനെക്കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിലെല്ലാം വ്യാസഭഗവാൻ പറയും അതൊന്നും ഒഴിവാക്കാൻ സാധ്യമല്ല. കാലം, അമോഘമായ കാലം, ഒരിക്കലും വ്യർത്ഥമാകാത്തതായ കാലം, അത് ഓരോ സമയത്ത് ഓരോന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാലം ഈശ്വരസ്വരൂപിയാണ്. അപ്പോൾ ആ നിശ്ചയം അനുസരിച്ചേ നടക്കത്തുള്ളൂ. അപ്പം മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് അവശ്യം ഭാവിയാണ്. അതൊന്നും ഒഴിയാൻ പറ്റത്തില്ല ആർക്കും. അത് ആ കാലത്തിൽ സംഭവിക്കേണ്ട കാര്യം. ആ കാലത്തിന്റെ അവശ്യം ഭാവിയായ ഒരു ഘടകമാണത്. അത് സംഭവിച്ചേ തീരും. അതിനെ ഒഴിവാക്കുന്നതിന് ആർക്കും സാധ്യമല്ല. ഒഴിവാക്കുന്നതിന് വേണ്ടി ഭഗവാൻ തന്നെ ദൂതനായി പോയി. ദൂതനായി പോകുമ്പോഴും ഭഗവാൻ അറിയാമായിരുന്നു ഇത് സംഭവിച്ചു തന്നെ തീരും, ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല, ആ ദൂത് വിജയിക്കത്തില്ല. പലതരത്തിൽ പലരും ശ്രമിച്ചു. ആ യുദ്ധത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി പല ഋഷിമാർ ശ്രമിച്ചു, വ്യാസൻ ശ്രമിച്ചു, ഭീഷ്മരും ദ്രോണരും കൃപരും എല്ലാം ശ്രമിച്ചിട്ടുണ്ട് യുദ്ധത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടി. ഗാന്ധാരി ശ്രമിച്ചു, പക്ഷേ യുദ്ധം ഒഴിവായില്ല. കാരണം അത് ആ കാലത്തിൽ അവശ്യം സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇതെല്ലാം ഭഗവാന്റെ തന്നെ
ലീലാവിലാസങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു നിമിത്തം ഉണ്ടാക്കുകയാണ് അർജുനനെ ഒന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റുന്ന ഒരു നിമിത്തം. അതിനുവേണ്ടി കുരു എന്നുള്ള ശബ്ദം പ്രയോഗിച്ചു എന്നിങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അർജുനോട് പറഞ്ഞു, ഈ കുരുക്കന്മാരെ, നിന്റെ ബന്ധുക്കളെ എല്ലാവരെയും നീ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു. ഇവിടെ ഒരു ചോദ്യം ഉണ്ട്. ധർമ്മജ്ഞരായ ഭീഷ്മ ദ്രോണാദികൾ കൗരവപക്ഷത്ത് യുദ്ധം ചെയ്ത് കേവലമായ നന്ദി കൊണ്ടാണോ, അത് സ്വധർമ്മം എന്ന നിലയ്ക്കാണോ? അതായത് മഹാഭാരതത്തിൽ തന്നെ ഇതിനൊക്കെ സമാധാനം പറയുന്നുണ്ട്. എന്തുകൊണ്ട് അവർ യുദ്ധം ചെയ്തു? നമ്മളതിന് പ്രത്യേകിച്ച് ഒരു കൽപ്പന, ഊഹാപോഹം നടത്തേണ്ട കാര്യമില്ല. സ്പഷ്ടമായി പറയുന്നു. പല സന്ദർഭങ്ങളിലും ഇവരിതേറ്റ് പറയുന്നുണ്ട്. യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ്, ഗീതോപദേശത്തിന് ശേഷം അർജുനൻ യുദ്ധത്തിന് തയ്യാറായി വീണ്ടും ധനുരുദ്യമ്യ പാണ്ഡവ എന്ന് പറഞ്ഞതുപോലെ വീണ്ടും എന്ത് ചെയ്തു? പാണ്ഡവൻ അസ്ത്രം എടുത്ത് യുദ്ധത്തിന് തയ്യാറാവുമ്പോൾ ധർമ്മപുത്രർ ആ രഥത്തിൽ നിന്നിറങ്ങി ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് നേരെ കൗരവ സൈന്യത്തിന്റെ മധ്യത്തിലേക്ക് നടന്നുപോകും. അത് കാണുമ്പോൾ എല്ലാവരും ഭയന്നു പോകും. കാരണം ധർമ്മപുത്രർ യുദ്ധം ഉപേക്ഷിച്ചോ, ഇനി അവസാനം ധർമ്മഭീരുത്വം കൊണ്ട് യുദ്ധം ഉപേക്ഷിച്ചതാണോ എന്ന് സംശയിച്ചുകൊണ്ട് പാണ്ഡവന്മാരെല്ലാവരും ശ്രീകൃഷ്ണനും ധർമ്മപുത്രന്റെ പിറകെ പോകും. ധർമ്മപുത്രൻ നേരെ ചെന്ന് സേനയുടെ ഉള്ളിലേക്ക്, കൗരവ സേനയുടെ ഉള്ളിൽ പ്രവേശിച്ച് ഭീഷ്മരുടെ മുന്നിൽ ചെന്ന് അനുവാദം ചോദിക്കും. ഭീഷ്മര്, ദ്രോണര്, കൃപര്, കർണൻ ഇവരെല്ലാം സമീപിക്കും. അവരോട് യുദ്ധത്തിന് അനുവാദം വാങ്ങാനാണ് പോകുന്നത്. യുദ്ധത്തിന് അനുവാദം വാങ്ങാനും നമസ്കരിക്കാനും അവരെല്ലാം. അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഭീഷ്മരും ദ്രോണരും കൃപരും മൂന്നുപേരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ നിന്നോട് സംസാരിക്കുന്നത് നപുംസകങ്ങളെ പോലെയാണ്. മൂന്നുപേരും പറയുന്നതാണ്. അതായത് ഈ യുദ്ധം ഒരു കാര്യം മാത്രം നിനക്ക് വേണ്ടി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയത്തില്ല. ഈ യുദ്ധം ഞങ്ങൾ കൗരവർക്ക് വേണ്ടി ചെയ്യുകയാണ്. എന്തുകൊണ്ട്? അർത്ഥസ്യ ദാസോസ്മി, ഞാൻ അർത്ഥത്തിന് ദാസനാണ്. അത് അവർ നേരിട്ട് പറയുന്നതാണ്. പിന്നെ എന്തുകൊണ്ട് അവർ യുദ്ധം ചെയ്തെന്ന് നമ്മൾ കൽപ്പിക്കേണ്ട കാര്യമില്ല. അർത്ഥത്തിന് ദാസന്മാരാണ്. അതുകൊണ്ട് ദുര്യോധനന്റെ ചെലവ് പറ്റി കഴിയുന്നവരാണ് ഞങ്ങളെല്ലാവരും. അതുകൊണ്ട് ദുര്യോധനൻ പറയുമ്പോൾ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്നു. അപ്പോ അവിടെ ധർമ്മപുത്രർ ചെല്ലുന്നതന്നെ എന്താണ്? ഇവരെ ജയിക്കുന്നതിനുള്ള ഉപായങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഭീഷ്മരോട് ചോദിക്കും, എങ്ങനെയാണ് അങ്ങേ ജയിക്കുന്നത്? അങ്ങേ ജയിക്കാൻ അസാധ്യമാണ്. ദേവന്മാർക്കോ മനുഷ്യർക്കോ അങ്ങേ ജയിക്കാൻ സാധ്യമല്ല. ഞാൻ പറയും, അത് എന്നെ ജയിക്കാൻ സമയമായിട്ടില്ല, സമയമാകുമ്പോൾ ഞാനുള്ള വിദ്യ പറഞ്ഞുതരാം. പക്ഷെ ഞങ്ങളിപ്പോൾ യുദ്ധം ചെയ്യുന്നത് ഒട്ടും ഇതിനോട് താല്പര്യമുണ്ടായിട്ടല്ല. കാരണം ഭീഷ്മരും ദ്രോണരും എല്ലാം അർജുനനെ പലതവണ ഉപദേശിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ. ഈ യുദ്ധം പാണ്ഡവന്മാരെ ജയിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ശ്രീകൃഷ്ണൻ പാണ്ഡവപക്ഷത്ത് നിൽക്കുന്നിടത്തോളം കാലം ജയിക്കാൻ സാധ്യമല്ല. പക്ഷെ ദുര്യോധനത് ചെവിക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. പക്ഷെ അവരുടെ കൂറ് എന്നും പാണ്ഡവപക്ഷത്ത് തന്നെയായിരുന്നു. പാണ്ഡവർ ജയിക്കണം. അവിടെ തന്നെ പറയുന്നുണ്ട്, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പുള്ള ഭാഗം. എല്ലാ ദിവസവും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ദ്രോണരും ഭീഷ്മരും എല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു, പാണ്ഡവന്മാർ വിജയികളാകട്ടെ എന്ന്. അപ്പോൾ അവരെന്തിനു വേണ്ടി യുദ്ധം ചെയ്തു? അത് പറയുന്നു, അർത്ഥദാസന്മാരാണ് ഞങ്ങൾ. അപ്പോൾ കടപ്പാടുണ്ട്. ദുര്യോധനന്റെ രാജ്യത്ത് ദുര്യോധനന്റെ എല്ലാ സൗജന്യങ്ങളും പറ്റി കഴിയുമ്പോൾ ദുര്യോധനൻ പറയുന്നതനുസരിച്ച് യുദ്ധം ചെയ്തേ പറ്റൂ. പക്ഷെ മനസ്സുകൊണ്ട് ഇവരെല്ലാവരും
ദ്രോണരും പറയും ഞാനും അങ്ങനെയാണ്, പക്ഷെ എന്നെ ജയിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. യുദ്ധമധ്യത്തിൽ ആരെങ്കിലും സത്യം പറയുന്ന ആരെങ്കിലും എനിക്ക് കേൾക്കാൻ അപ്രിയമുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സമയം ആയുധം താഴെയിടും, അപ്പോൾ നിങ്ങൾക്ക് എന്നെ കൊല്ലാം. കൃപര് പറയും ഞാൻ അജയ്യനാണ്, മരണം എനിക്ക് സംഭവിക്കത്തില്ല, അതുകൊണ്ട് എന്നെ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റത്തില്ല. പക്ഷെ യുദ്ധത്തിൽ നിങ്ങൾക്ക് എന്നെ ജയിക്കാൻ പറ്റും. കാരണം എന്റെ മനസ്സ് പ്രാർത്ഥനയല്ല, എപ്പോഴും നിങ്ങളോടൊപ്പമാണ്. അപ്പോൾ അവരെല്ലാം യുദ്ധം ചെയ്യുന്നത് ഇന്നതുകൊണ്ടാണെന്ന് അവരൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്, അർത്ഥദാസന്മാരായതുകൊണ്ട് എന്നാണ്. ധർമ്മവും നീതിയും എല്ലാം അറിയാം, പക്ഷെ അങ്ങനെ ചെയ്തേ പറ്റൂ, കടപ്പാടുണ്ട്, അതുകൊണ്ട് അവർ ദുര്യോധനു വേണ്ടി യുദ്ധം ചെയ്യുകയാണ് എന്നാണ്. സ്വധർമ്മം എന്നുള്ള നിലയ്ക്കാണ്. സ്വധർമ്മം സമൂഹത്തിന് നന്മയ്ക്ക് വിരുദ്ധമാകുമോ? എന്താണ് സ്വധർമ്മത്തിന്റെ സ്വധർമ്മം എന്താണെന്നുള്ളതാണ് നമ്മൾ ഗീതയിൽ ചർച്ച ചെയ്യുന്നത്. എന്താണ് സ്വധർമ്മം? അത് ഗീതയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ശ്രീകൃഷ്ണൻ യാദവ സൈന്യത്തെ അധർമ്മപക്ഷത്ത് നിയോഗിച്ചുവല്ലോ, ഇതെങ്ങനെ ന്യായീകരിക്കും? ഇതെല്ലാം നമ്മൾ മഹാഭാരതത്തിൽ തന്നെ ഇതിന് സമാധാനങ്ങളുണ്ട്. ശ്രീകൃഷ്ണൻ യാദവ സൈന്യത്തെ കൗരവപക്ഷത്ത് നിയോഗിച്ചെന്ന് പറയുന്നു. അത് നമ്മളെങ്ങനെ മനസ്സിലാക്കി? ഭാരതത്തിൽ നിന്നല്ലേ, ആ ഭാഗം തന്നെ വായിക്കുക. നിയോഗിക്കുന്നതിനുള്ള ന്യായം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം പറയുന്നു ആദ്യം മുതലേ, ശ്രീകൃഷ്ണനെ സംബന്ധിച്ച് പാണ്ഡവന്മാരും കൗരവന്മാരും ബന്ധുക്കളാണ്. ബന്ധുക്കളായിരിക്കുമ്പോൾ രണ്ടുപേരും സഹായാഭ്യർത്ഥനമായി ചെന്നു യാദവ സൈന്യത്തെ. പക്ഷേ ശ്രീകൃഷ്ണൻ എപ്പോഴും പാണ്ഡവ പക്ഷപാതിയായിരുന്നു. യുദ്ധം വ്യാസഭഗവാൻ പറയുന്നത് ഈ യുദ്ധം ഉണ്ടാകുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചയാൾ ശ്രീകൃഷ്ണൻ എന്നാണ്. കാരണം അതുണ്ടായേ തീരൂ, സംഭവിച്ചേ തീരൂ. അതുകൊണ്ട് അത് സംഭവിക്കത്തക്ക രീതിയിൽ തന്നെയാണ് ഭഗവാൻ എന്നുള്ളത്. അവസാന സമയത്ത് യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ധർമ്മപുത്ര ചോദിക്കും, ഇനി ഈ സമയത്തിന് ഞാൻ എന്താ ചെയ്യുന്നത്? എനിക്ക് ഒരു തീരുമാനം ഇനി വേണമെങ്കിലും എടുക്കാം. യുദ്ധം വേണമെന്നോ വേണ്ടെന്നോ വയ്ക്കാം. എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയതിനു ശേഷം അപ്പോഴും ശ്രീകൃഷ്ണൻ പറയുന്നത് എന്താണ്? ഇനി മറ്റൊന്നും ആലോചിക്കേണ്ട, യുദ്ധം തന്നെ ചെയ്തേക്കും. അപ്പോൾ യുദ്ധം എന്ന് വെച്ചാൽ അത് അനിവാര്യമാണ്, അത് ഒഴിവാക്കാൻ ആർക്കും സാധ്യമല്ല. ശ്രീകൃഷ്ണൻ അങ്ങനെ എന്തുകൊണ്ട് നിൽക്കുന്നു? അതിന് വ്യാസൻ പറയുന്നത് ധർമ്മത്തിന്റെ പക്ഷത്തെ നിൽക്കുന്നു. യഥോ ധർമ്മസ്തതോ ജയം. ഭീഷ്മരും ദ്രോണരും എല്ലാം ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു വാചകമാണ്. എവിടെയാണോ ധർമ്മം അത് ജയിക്കും. ഗാന്ധാരി പോലും ദുര്യോധനൻ അനുഗ്രഹത്തിന് വേണ്ടി ചെല്ലുമ്പോൾ പറയുന്നത് എന്താണ്? എന്നെ അനുഗ്രഹിക്കണം യുദ്ധത്തിൽ ജയിക്കാൻ. അപ്പോൾ ഗാന്ധാരി പറയുന്നത് എന്താണ്? യഥോ ധർമ്മസ്തതോ. ധർമ്മം എവിടെയോ അത് ജയിക്കും, അല്ലാതെ നീ ജയിക്കും എന്നല്ല പറയുന്നു. അതുകൊണ്ട് ധർമ്മത്തിന്റെ പക്ഷത്താണ് ശ്രീകൃഷ്ണൻ നിന്നത്. അപ്പോൾ കൗരവരെ സഹായിക്കണമല്ലോ. കൗരവരെ സഹായിക്കാൻ വേണ്ടി തന്റെ സൈന്യത്തെയും കൊടുത്തു. അത് ബന്ധുക്കളെന്നുള്ള നിലയിൽ രണ്ടും ഒരുപോലെ ബന്ധുക്കളാണ്. അത് ബലരാമൻ യുദ്ധം തുടങ്ങുന്ന സമയത്ത് എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയാകുമ്പോൾ ബലരാമൻ പാണ്ഡവന്മാരുടെ ശിബിരത്തിലേക്ക് വരും. അവിടെ വന്നിട്ട് പാണ്ഡവന്മാരും കൃഷ്ണനും എല്ലാം ഇരിക്കുമ്പോൾ പറയും, ഈ യുദ്ധത്തിൽ കൃഷ്ണൻ നിഷ്പക്ഷനായി പ്രവർത്തിക്കേണ്ടതാണ്, പക്ഷേ അത് ചെയ്തില്ല. കാരണം പാണ്ഡവരോടുള്ള സ്നേഹം കൊണ്ട് അവരെ കൂടെ നിന്നു. ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാകത്തില്ല. കാരണം ഈ യുദ്ധത്തിൽ പാണ്ഡവന്മാർ ജയിക്കും, കൗരവന്മാര് പരാജയപ്പെടും. കൗരവന്മാര് പരാജയപ്പെടുമ്പോൾ എന്നെ സംബന്ധിച്ച് പാണ്ഡവരും കൗരവരും ബന്ധുക്കളാണ്. പരാജയം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അവർക്ക് വേണ്ടി നിൽക്കും. അങ്ങനെ നിന്നു കഴിഞ്ഞാൽ അത് വീണ്ടും കുഴപ്പമാവും, കൃഷ്ണന്റെ എതിർപക്ഷത്ത് പോകും. അതുകൊണ്ട് ഞാൻ തീർത്ഥാടനത്തിനായി പോവുകയാണ് എന്ന് പറഞ്ഞ്
അവിടെ നിന്നും നേരെ ബലരാമൻ തീർത്ഥാടനത്തിനായി പോവുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിനും പറയുന്നുണ്ട് ശ്രീകൃഷ്ണൻ പാണ്ഡവപക്ഷക്കാരനാണ്, ബലരാമനും പറയുന്നുണ്ട്. അതിന് കാരണം എന്താണ്? വ്യാസൻ പറയുന്നത് അത് ധർമ്മത്തിന്റെ പക്ഷമാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അവിടെ നിന്ന്, അതുകൊണ്ടാണ് പാണ്ഡവന്മാർ ജയിച്ചത്. പിന്നെ ഇവിടെ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ചെയ്ത സ്ഥിതിക്ക് കൗരവപക്ഷത്ത് ഇതിന്റെ ന്യായാന്യായങ്ങളെല്ലാം മഹാഭാരതത്തിൽ തന്നെ പറയുന്നുണ്ട്. നമ്മളത് മഹാഭാരതത്തിൽ നിന്ന് വിട്ട് സ്വന്തം നിലയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഇതിനകത്തില്ല. അതാത് സന്ദർഭങ്ങളിൽ വ്യാസം പറയുന്നുണ്ട്. ഓരോ ന്യായവും അന്യായവും വസ്തുനിഷ്ഠമായിട്ട് നമ്മളതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചർച്ചയ്ക്ക് വരുമ്പോഴും അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു പക്ഷം പിടിച്ച് പറയേണ്ടി വരും. നമ്മൾ പാണ്ഡവ പക്ഷം പിടിച്ചു. പക്ഷെ വ്യാസൻ അങ്ങനെയല്ല, കാര്യങ്ങൾ എങ്ങനെയോ അതുപോലെയാണ് അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പക്ഷപാതമൊന്നുമില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തെറ്റെന്ന് തന്നെ പറയും. ശ്രീകൃഷ്ണന് പക്ഷപാതം ഉണ്ടെങ്കിൽ പറയും അത് പക്ഷപാതം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും പറയുന്നു. അപ്പോ യുദ്ധം ധർമ്മയുദ്ധം, ഈ ധർമ്മയുദ്ധം എന്ന് പറയുന്നത് അന്ന് യുദ്ധത്തിൽ രണ്ടു കൂട്ടരും പൊതുവെ അംഗീകരിക്കുന്ന കുറെ നിയമങ്ങൾ, ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അതിന് ധർമ്മയുദ്ധം എന്ന് പറയും. ആ നിയമങ്ങൾ പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ധർമ്മയുദ്ധമല്ല. അങ്ങനെ പാലിക്കണം എന്ന് ഉഭയസമ്മതമായി ആണ് യുദ്ധം തുടങ്ങുന്നത്. പക്ഷേ യുദ്ധം തുടങ്ങിക്കഴിയുമ്പോൾ ആ നിയമങ്ങളെല്ലാം ജയിക്കാനുള്ള വ്യഗ്രതയിൽ നിയമങ്ങൾ മറന്നുപോകും. മഹാഭാരത യുദ്ധത്തിനും അത് തന്നെ സംഭവിച്ചത്. എല്ലാ നിയമങ്ങളെയും വിട്ടിട്ടാണ് അവസാന യുദ്ധം അവസാനിപ്പിക്കുന്നത്. പക്ഷെ ധർമ്മയുദ്ധം എന്നാണ് അന്ന്, അതെല്ലാം ഓരോ കാലത്തിന്റെ പ്രത്യേകതകൾ എന്നീ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതും മഹാഭാരതത്തിൽ നിന്ന് തന്നെ അതിന്റെ വ്യവസ്ഥകളും നിയമങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കാം. പിന്നെ യുദ്ധം ചെയ്യുന്നത് അന്നത്തെ നിലയ്ക്ക് യുദ്ധം ചെയ്യുന്നത് തെറ്റല്ല. കാരണം അത് യുദ്ധം ക്ഷത്രിയന്റെ ധർമ്മമായിട്ടാണ്, യുദ്ധവും സ്വധർമ്മമാണ് അന്ന് കണക്കാക്കിയിരുന്നത്. ക്ഷത്രിയന്റെ ധർമ്മമാണ് യുദ്ധം ചെയ്യുക. അത് ഏത് ക്ഷത്രിയനായാലും ശരി യുദ്ധം ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗമാണ് ഫലമെന്നും പറയുന്നു. അത് പാണ്ഡവരായാലും ശരി കൗരവരായാലും ശരി യുദ്ധം ചെയ്ത് മരിച്ചവർക്കെല്ലാം സ്വർഗം ഫലമെന്നാണ് ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നത്. പിന്നെ യുദ്ധത്തിനുള്ള കാരണങ്ങൾ അത് വച്ചിട്ടാണ് ആരുടെ പക്ഷത്താണ് ധർമ്മം ആരുടെ പക്ഷത്താണ് അധർമ്മം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ദുര്യോധനൻ പാണ്ഡവന്മാരെ കള്ളച്ചൂത് കളിച്ച് തോൽപ്പിക്കുകയും വനവാസത്തിൽ കഷ്ടപ്പെടുത്തുകയും എല്ലാം ചെയ്തു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുത്തി. പകുതി രാജ്യം അവർക്ക് അവകാശപ്പെട്ടതാണ്. ധൃതരാഷ്ട്രനെ സ്വയം പറയുന്നുണ്ട്, ദുര്യോധനെ വിളിച്ച് ഉപദേശിക്കുന്നുണ്ട്, വാസ്തവത്തിൽ നിനക്ക് ഈ രാജ്യത്തിന് അവകാശമില്ല. വാസ്തവത്തിൽ ഇതിന്റെ അവകാശികൾ പാണ്ഡവന്മാരാണ്, അവർക്കാണ് പാരമ്പര്യമായി ഇത് കിട്ടേണ്ടത്. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, പകുതി രാജ്യം കൊടുക്കുക. അതല്ലെങ്കിൽ 5 ദേശങ്ങൾ, 5 പേർക്ക് പാർക്കുന്നതിന് 5 ദേശങ്ങൾ കൊടുക്കുക. പക്ഷെ അതും കൊടുക്കുന്നതിന് ദുര്യോധനൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഇതിന് അധർമ്മം എന്ന് പറയുന്നത്. അതന്ന് ദുര്യോധനന്റെ മന്ത്രിമാരായിരുന്ന എല്ലാവരും ഉപദേശിച്ചു, ഗുരുക്കന്മാർ ഉപദേശിച്ചു. പക്ഷെ അത് കേട്ടില്ല. മറിച്ച് ദുര്യോധനൻ, കർണൻ, ശകുനി, ദുശാസൻ ഇവരുടെ 3 പേരുടെ ഉപദേശമാണ് ദുര്യോധനൻ കേൾക്കുന്നത്. ഇവർ 3 പേരും ഇപ്പോഴും യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും പാണ്ഡവന്മാരെ രാജ്യം കൊടുക്കാതിരിക്കുന്നതിന് വേണ്ട ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടുവരുന്നു, ദുര്യോധനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ആ യുദ്ധം അനിവാര്യമായി തീർന്നു. ധർമ്മം പാണ്ഡവർക്ക് ന്യായമായും അവകാശപ്പെട്ട ഒന്നാണ്, അതിനവർക്ക് നിഷേധിച്ചു. ധർമ്മം അവരുടെ പക്ഷത്തുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഭഗവാൻ നിന്നു, യുദ്ധം നടന്നു. 11 അക്ഷൗഹിണിയും കൗരവന്റെ പക്ഷത്തായിരുന്നു. അത് മുഴുവൻ നശിച്ചു. പാണ്ഡവരോടൊപ്പം യുദ്ധം ചെയ്യാമെന്ന് അവരും നശിച്ചു. അതും യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയുന്നുണ്ട് വ്യാസൻ, ഈ കൂടിയിരിക്കുന്ന 18 അക്ഷൗഹിണിയും നശിക്കും. വിരൽ എണ്ണാവുന്ന ആൾക്കാരെ ശേഷിച്ചോളൂ.
അപ്പോൾ അത് ധർമ്മം അവിടെ എന്താണ് ധർമ്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ നീതി അനുസരിച്ച് ധർമ്മം പാണ്ഡവരുടെ പക്ഷത്തായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ അതിനോടൊപ്പം നിന്നു, യുദ്ധം ചെയ്തു. ആ യുദ്ധത്തിൽ പാണ്ഡവർ വിജയിച്ചു. അതുകൊണ്ട് യുദ്ധം എന്തിനും എവിടെയും യുദ്ധമാകാം എന്നൊന്നും പറയുന്നില്ല. മഹാഭാരതത്തിൽ യുദ്ധത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ ആരും തന്നെ യുദ്ധത്തിന് തയ്യാറാകത്തില്ല. അപ്പോൾ യുദ്ധത്തെ ഒരു തരത്തിലും യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ യുദ്ധം നടന്നു, അതിന്റെ കാരണങ്ങൾ, അതിന്റെ പര്യവസാനം അതെങ്ങനെയാണോ അതുപോലെ വ്യാസൻ ചിത്രീകരിക്കുന്നതേ ഉള്ളൂ. അല്ല യുദ്ധത്തിനോട് പ്രത്യേകിച്ച് യാതൊരു പക്ഷപാതവും ഭാരതത്തിലൊരിടത്തും വ്യാസൻ കാണുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയുന്നുണ്ട്, കാലം അത് ആർക്കും നിർവചിക്കാൻ കഴിയാത്തതാണ്. ആ കാലത്തിൽ അവശ്യം ഭാവിയായി പലതും സംഭവിക്കും. അതിൽ യുദ്ധവും വന്നു കഴിഞ്ഞാൽ അത് സംഭവിച്ചേ തീരും. അതിനെ ഒഴിവാക്കാൻ ആർക്കും സാധ്യമല്ല. അതൊരു സർവവും കാലത്തിനധീനം. കാലാധീനം ജഗത് സർവം. ഈ ജഗത്ത് സമ്പൂർണവും കാലത്തിനധീനമാണ് വ്യാസൻ പറയുന്നത്. അതുകൊണ്ട് അതിന് വഴങ്ങിക്കൊടുക്കുക, അത് മാത്രമാണ് സർവരും ചെയ്തത്, ഭഗവാൻ ഉൾപ്പെടെ എന്നാണ് വ്യാസന്റെ നിർണയം പറയുന്നത്. അതുകൊണ്ട് അതിന്റെ ന്യായങ്ങളും അന്യായങ്ങളും പലപക്ഷത്തും കാണും. അന്ന് നമ്മൾ മഹാഭാരതത്തിലെ വ്യാസന്റെ വചനങ്ങളിൽ നിന്നും വേറിട്ട് നിന്ന് അതിനെ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം അവിടെ നിഷേധിക്കേണ്ടതിനും ന്യായീകരിക്കേണ്ടതിനും എല്ലാം ഉള്ള സർവ്വകാര്യങ്ങളും വ്യാസൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏതെല്ലാം ഭാഗങ്ങളും ന്യായീകരിക്കാം, ഏതെല്ലാം ഭാഗങ്ങളും അതിനെ നിഷേധിക്കാം, എല്ലാം വ്യാസന്റെ വചനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിനുവേണ്ടി ഇത്തരം സംശയങ്ങൾ, ആരുടെ പക്ഷത്താണ് ശരി, ആരുടെ പക്ഷത്താണ് തെറ്റ്, ഇത്തരം കാര്യങ്ങളുടെ സംശയം നമുക്ക് തീരണമെങ്കിൽ മഹാഭാരതം തന്നെ എടുത്തു വെച്ച് വായിക്കുക. എന്നാലേ ആ സംശയങ്ങൾ തീരത്തുള്ളൂ. അവിടെ എല്ലാത്തിനും സമാധാനമുണ്ട്. സർവ പ്രശ്നങ്ങൾക്ക് സമാധാനം വ്യാസൻ ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ധർമ്മയുദ്ധം അത് അങ്ങനെ ഇതിനെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിക്കുന്നവരാരും തന്നെ, മഹാഭാരതത്തിലെ കഥകൾ ഉന്നയിച്ച് പറയുന്നവര്, എന്തിന് സംശയങ്ങൾ ഉന്നയിക്കുന്നവർ മാത്രമല്ല, ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവരിൽ പോലും ഭൂരിപക്ഷം പേരും ഇത് വായിക്കാറില്ല, മഹാഭാരതം വായിക്കാറില്ല. കാരണം മഹാഭാരതം വായിക്കണമെങ്കിൽ സമയം ഒരുപാട് വേണം. 1,25,000 ശ്ലോകം. അങ്ങനെ സമയമുണ്ടെങ്കിൽ അവർ ഗവേഷണത്തിന് പോകത്തില്ല, വേറെ എന്തെങ്കിലും പഠിക്കൂ. അപ്പോ ഇതാരും ഈ പല പഠന ഗ്രന്ഥങ്ങളും മുമ്പ് ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ പലരുടെയും നിരൂപണങ്ങളും നിഗമനങ്ങളും എല്ലാം പുസ്തകത്തിന്റെ കവർ പേജ് വായിച്ചിട്ട് പുസ്തകത്തിന് നിരൂപണം എഴുതുന്നത് പോലെയാണ് പലരും ഈ മഹാഭാരതത്തിന് നിരൂപണങ്ങൾ എഴുതുന്നതും റിസർച്ച് ചെയ്യുന്നത്. കാരണം മഹാഭാരതത്തെ അധികരിച്ച് മറ്റുള്ളവർ എഴുതിയിരിക്കുന്ന ബുക്കുകൾ വായിക്കും, ഒരിക്കലും മഹാഭാരതം വായിക്കത്തില്ല. കാരണം അത് വായിക്കാനുള്ള ക്ഷമയില്ല. ഒരാൾക്ക് സാധാരണഗതിയിൽ അത് വായിച്ച് തീർക്കാനും പ്രയാസമാണ്. അത് മുഴുവൻ ആദ്യന്തം ഓരോ ശ്ലോകമായിട്ട് വായിച്ച് തീർക്കണമെന്ന് ഞാൻ 1-2 തവണ ശ്രമിച്ചാണ്. പക്ഷെ നടന്നിട്ടില്ല, ഇതുവരെയും നടന്നിട്ടില്ല, നടക്കുമെന്നും തോന്നുന്നില്ല. കാരണം അത് വായിച്ച് തീരാൻ അത്രയും സമയം നമുക്ക് കിട്ടത്തില്ല. ഒരുപക്ഷെ ആരെങ്കിലും വായിച്ചിരിക്കാം, അങ്ങനെ വായിച്ച് പലരും വിവർത്തനം ചെയ്തിട്ടുണ്ട്. പക്ഷെ സാധാരണഗതിയിൽ ഈ ഗവേഷണം നടത്തുന്നവർക്ക് എന്തായാലും ഇത് വായിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഉറപ്പാണ്. പക്ഷെ ഇതിനെ സംബന്ധിച്ചുള്ള ചെറിയ ചെറിയ പഠന ഗ്രന്ഥങ്ങൾ കാണും, 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് വായിച്ച് തീരത്തക്ക. ഉദാഹരണം പറഞ്ഞാൽ മാരാരുടെ ഭാരത പര്യടനമുണ്ട്. ഈ ഒരൊറ്റ പുസ്തകം വായിച്ചിട്ട് മഹാഭാരതം മുഴുവൻ ഹൃദിസ്ഥമാണെന്നുള്ള രീതിയിൽ പ്രസംഗിക്കുന്ന എത്രയോ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്ത് മഹാഭാരതം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വായിച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷെ കൂടുതൽ അങ്ങോട്ട് കടന്ന് ഏതെങ്കിലും ഒരു സന്ദർഭത്തെക്കുറിച്ച് ചോദിച്ചാൽ പറയത്തില്ല. അത് മാത്രമല്ല, ഇനി വേറൊരു കാര്യമാണ്. മഹാഭാരതം വായിച്ചു തീർക്കാൻ
ഉള്ള ശ്രമത്തിൽ നിന്ന് ഞാൻ പിന്തിരിയാൻ ഒരു കാരണം ഒരിക്കലും അങ്ങനെ വിചാരിച്ചെങ്കിലും. കാരണം ഇത് ഒന്ന് രണ്ട് പർവ്വങ്ങൾ വായിച്ചതിന് ശേഷം പിന്നിലേക്കൊന്ന് ആലോചിച്ചപ്പോൾ ഒന്നും മനസ്സിലില്ല. കാരണം ഇത്രയും ഓർത്തു വയ്ക്കാനുള്ള ശേഷി നമ്മുടെ ബ്രെയിനിലില്ല. പിന്നെ ഇത് വായിച്ചിട്ട് എന്താ കാര്യം? ഈ പറയുന്ന സംഭവങ്ങൾ, ഇതിൻ്റെ ഇടയ്ക്ക് നൂറുകണക്കിന് കഥകൾ, സംഭവങ്ങൾ ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല. ഓർത്തിരിക്കാൻ പ്രയാസമാണ്. ഓർത്തിരിക്കാൻ കഴിയാത്ത ഇത്രയും കഷ്ടപ്പെട്ട് വായിച്ചിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ചാണ് ഇതൊന്ന് പിന്തിരിഞ്ഞത്. പിന്നെ അത്യാവശ്യം വരുന്ന ഭാഗങ്ങൾ ഇതുപോലെ ഈ വിമർശകന്മാരെല്ലാം നിരൂപണം ചെയ്യുന്ന ഭാഗങ്ങൾ, അതെല്ലാം ഇതിന്റെ കാര്യങ്ങൾ എന്താണെന്ന് അറിയാനും വേണ്ടി ചില സന്ദർഭങ്ങളിൽ അത്തരം ഭാഗങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ട്. അത് പ്രധാനമായ ഒരു ചർച്ചാ വിഷയമായതുകൊണ്ട്. പിന്നെ ഇതുപോലെയുള്ള ക്ലാസ്സുകളിൽ ചോദ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കുമ്പോൾ ആ പ്രേരണ കൊണ്ട് ആ ഭാഗങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില ബുക്കുകൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. എന്നാൽ അതെന്താണ് മഹാഭാരതത്തിൽ എന്ത് പറയുന്നു നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ പുസ്തകം എഴുതുന്നവരാരും ഇത് വായിച്ചിട്ടല്ല എഴുതിയിരിക്കുന്നത്. ഒരാൾ എന്തെങ്കിലും എഴുതിയിരിക്കുന്നത് കണ്ടുകൊണ്ട് വേറൊരാൾ എഴുതും, അത് വായിച്ച് മറ്റൊരാൾ എഴുതും. ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ വായിച്ചാലും മുഴുവൻ വായിച്ചാലും നമ്മുടെ ഓർമ്മയിൽ അത് നിൽക്കത്തില്ല. അതിന് ഓർമ്മിക്കണമെങ്കിൽ വ്യാസൻ തന്നെ വരണം. വേറെ ആർക്കും അത് ഓർമ്മിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്നാലും ഇത്തരം സന്ദർഭങ്ങൾ നമ്മളൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. അവിടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം, എല്ലാ ചോദ്യങ്ങൾക്കും വ്യാസഭഗവാൻ തന്നെ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് വ്യാസഭഗവാന് ശ്രീകൃഷ്ണനോട് പോലും ഒരു പക്ഷപാതമില്ല. ശ്രീകൃഷ്ണനെ ഒരു മഹർഷി തടഞ്ഞു നിർത്തി യുദ്ധം കഴിഞ്ഞു പോകുമ്പോൾ ചീത്ത പറയുന്ന ഒരു രംഗമുണ്ട്. അത് അതേപടി വ്യാസൻ അവതരിപ്പിച്ചിട്ടുണ്ട്. പറയുന്നു, നിന്റെ തൊഴിൽ തന്നെ മോഷണമാണ്, കള്ളം പറയുകയാണ് നിന്റെ ജോലി. ഈ മഹാഭാരതം ഉണ്ടാക്കിയത്, ഈ മഹാഭാരതത്തിലെ ഈ യുദ്ധം ഉണ്ടാക്കി സർവ്വരെയും മുടിച്ചത് നീ ഒരുത്തനായിട്ടാണ്. അതുകൊണ്ട് നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ല എന്ന് പറഞ്ഞ് ശപിക്കാൻ തുടങ്ങുന്ന ഒരു രംഗമുണ്ട്. ഒരു ഋഷിയുടെയാണ്. അത്തരം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വ്യാസഭഗവാൻ ഒളിച്ചു വയ്ക്കാമായിരുന്നു. ഭഗവാൻ എങ്ങനെയൊക്കെ പറയുന്നത് ജനം അറിഞ്ഞാൽ എന്ത് വിചാരിക്കും? പക്ഷെ അതും വ്യാസഭഗവാൻ അതുപോലെ ആ ഋഷിയുടെ വളരെ കർക്കശമായ പദങ്ങൾ അതുപോലെ മഹാഭാരതത്തിൽ പറയുന്ന സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് അവിടെ യാതൊരു തരത്തിലും ഒരു തരത്തിലുള്ള പക്ഷപാതവും ഇല്ലാതെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ധർമ്മവും അധർമ്മവും എല്ലാം പലപ്പോഴും ധർമ്മിഷ്ഠന്മാർക്ക് തന്നെ ധർമ്മം നിർണയിക്കാൻ കഴിയാതെ വരുന്നതും വിഷമിക്കുന്നതും, ധർമ്മിഷ്ഠന്മാരെ പലപ്പോഴും അധർമ്മത്തിലേക്ക് കാലൂന്നിപ്പോകുന്നതും സർവവിഷയങ്ങളും. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതം എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ മനസ്സിന്റെ ഒരു പൂർണ്ണമായൊരു ചിത്രമാണ്. മനുഷ്യ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിന്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, നന്മകൾ, തിന്മകൾ, അതിന്റെ വിചിത്രമായ ഭാവങ്ങൾ സർവവും അതേപടി വരച്ചു കാട്ടിയിരിക്കുന്ന ഒരു വലിയൊരു ക്യാൻവാസ് പോലെയാണ് മഹാഭാരതം. അതിൽ അവതരിപ്പിക്കുന്ന മുഴുവൻ മനുഷ്യന്റെ മനസ്സാണ്. ആ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കാം, ഏത് തരത്തിൽ പോകാം, എത്ര അധമനെന്ന് കരുതുന്ന ഒരു മനുഷ്യനിലും എത്ര വലിയ നന്മകളിരിക്കാം, എത്ര മഹാനെന്ന് കരുതുന്നവന്റെ മനസ്സിലും എന്ത് അധമ വികാരങ്ങൾ വരാം. ഇത് സർവവും ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നിഷ്പക്ഷമായി തുറന്ന് മനുഷ്യന്റെ മനസ്സിനെ അവതരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം. നമ്മളത് വായിക്കുമ്പോൾ ആ കഥാപാത്രങ്ങളെ പേരും നാമവും രൂപമൊക്കെ വിട്ടിട്ട് ആ മനസ്സുകളിലേക്ക് നോക്കിയാലും നമുക്ക് മനസ്സിലാവും വ്യാസൻ വാസ്തവത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് മനുഷ്യന്റെ മനസ്സിനെ അവതരിപ്പിക്കാനാണ് എന്നുള്ളത്. അതുകൊണ്ട് അതിന്റെ ന്യായങ്ങൾ, ശരി തെറ്റ് ഒന്നും നമ്മൾ പുറത്തുനിന്ന് ചിന്തിക്കേണ്ട. അതെല്ലാം അവിടെ വ്യാസൻ തന്നെ ഓരോ ചോദ്യത്തിന് സമാധാനം അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധയോടുകൂടി വായിച്ചാൽ മാത്രം മതി. അങ്ങനെ നോക്കിയാൽ ഒരുപാട് ചോദ്യങ്ങൾ വരും. സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്
ഇതിനൊരു ചരിത്രപരമായി എടുത്തു കഴിഞ്ഞാൽ ഇത് ചരിത്രമാണോ? തീർച്ചയായിട്ടും ഇതിന് ചരിത്രവുമായി ബന്ധമുണ്ടെന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. മഹാഭാരതം, കുരുക്ഷേത്രം എന്ന് പറയുന്ന ഒരു സ്ഥലം ഇന്നുമുണ്ട്. അവിടെ മഹാഭാരതം എന്ന് പറയുന്ന ഒരു യുദ്ധം തീർച്ചയായും സംഭവിച്ചിരിക്കണം. പുരാണങ്ങളിലെ അതിശയോക്തികൾ, വർണ്ണനകൾ എല്ലാം ഒഴിവാക്കിയാൽ അതിലൊരു ചരിത്രത്തിന്റെ അംശമുണ്ട്. ഒരു ബന്ധവുമില്ലാതെ ഇങ്ങനെ ഒരു കാവ്യം രചിക്കാൻ കവിക്ക് സാധ്യമല്ല. നമ്മുടെ കാവ്യങ്ങളിലും പുരാണങ്ങളിലും എല്ലാം ആ ഒരു ചരിത്ര സ്പർശമുണ്ട്. പക്ഷെ അതിൽ ഒരുപാട് അതിശയോക്തികളും വർണ്ണനകളും എല്ലാം കാണും. സംഭവിക്കാൻ സാധ്യമല്ലാത്ത കാര്യങ്ങളെയും വർണ്ണിച്ചിരിക്കും. പക്ഷെ ചരിത്രാംശമുണ്ട്. അതെന്തിന് നമ്മൾ നേരെ കുരുക്ഷേത്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് പോയാലും മതി. കുരുക്ഷേത്രം എന്ന് പറയുന്ന വളരെ വിശാലമായ ആ ഭൂമി ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെ പറയും ഇവിടെ പണ്ടൊരു യുദ്ധം നടന്നിരിക്കണം. അതിന് വേറെ പ്രമാണം, ചരിത്ര പുസ്തകമൊന്നും വേണ്ട. കാരണം അതിൻ്റെ ഒരു പശ്ചാത്തലം ആ സ്ഥലത്ത് പോയാലും നമുക്ക് നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ തന്നെയാണ് ഗീതോപദേശം നടന്നത്. ഏത് മനുഷ്യൻ, ഈ ഭാരതത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഏതൊരു മനുഷ്യൻ കുരുക്ഷേത്ര ഭൂമി ചെന്നു കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ ഭഗവാനും ഗീതയും എല്ലാം തനിയെ കടന്നു വരും. അത് തന്നെയാണ് ഒരു തെളിവ് അവിടെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കണമെന്നുള്ളത്. അപ്പോൾ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത്രയും വലിയൊരു യുദ്ധത്തിന്റെ മധ്യത്തിൽ വെച്ച് ഇങ്ങനെ ഒരു ഗീത ഉപദേശിക്കാൻ പറ്റുമോ? 700 ശ്ലോകങ്ങളുള്ള ഈ ഗീത അവിടെ വെച്ച് ഉപദേശിക്കാൻ പറ്റും. അതും നമ്മൾ മനസ്സിലാക്കണം. 700 ശ്ലോകങ്ങളല്ല അവിടെ ഉപദേശിച്ചത്, സംഭാഷണമായിരുന്നു. പാർത്ഥനും ഭഗവാനും തമ്മിലുള്ള സംഭാഷണമാണ്. അതിനെ ശ്ലോകരൂപത്തിലാക്കിയത് വ്യാസഭഗവാനാണ്. അല്ല ശ്ലോകമല്ല അവിടെ സംസാരിച്ചത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടുപാടുകയായിരുന്നില്ല, സംഭാഷണം നടത്തുകയായിരുന്നു. അതിനെ വ്യാസഭഗവാൻ ശ്ലോകരൂപത്തിലാക്കിയാണ്. അത് പലരും ധരിച്ചിരിക്കുന്ന ഇങ്ങനെ അനുഷ്ഠിപ്പ് വൃത്തത്തിൽ തന്നെ രണ്ടുപേരും അങ്ങനെ ധരിച്ചിരിക്കുന്നവരുമുണ്ട്. ആ സംഭാഷണത്തിന് ശ്ലോകരൂപത്തിലാക്കി അവതരിപ്പിച്ചാണ്. അപ്പൊ ഇത്രയും വിപുലമായ സംഭാഷണം നടത്തുന്നതിന് ഒരു യുദ്ധമുഖത്ത് അതിനുള്ള സന്ദർഭം ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് നിരൂപകന്മാർ. അത് നമ്മൾ മഹാഭാരതം നോക്കുമ്പോൾ അറിയാം. ഈ മഹാഭാരത യുദ്ധത്തിന് വേണ്ടി 18 അക്ഷൗഹിണിപ്പടയെ നേർക്ക് നേരെ നിർത്തുന്നതിന് തന്നെ മാസങ്ങളോളം വേണ്ടി വന്നു ഇത്രയും അവിടെ സജ്ജീകരിക്കാൻ. അതാണ് മഹാഭാരതം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അവിടെ ഈ സംഭാഷണം മാത്രമല്ല, ഇതിനിടയ്ക്ക് അതായത് ഭീഷ്മപർവം മുഴുവൻ യുദ്ധസന്നാഹങ്ങളെക്കുറിച്ചും ഭീഷ്മപർവത്തിൽ ഭീഷ്മൻ യുദ്ധഭൂമിയിൽ വീഴുന്നതുവരെയുള്ള കാര്യങ്ങളാണ്. അതിനിടയ്ക്കാണ് ഗീതോപദേശം വരുന്നത്, സനത്സുജാതിയും വരുന്നത്, വിതുര ഉപദേശം വരുന്നതെല്ലാം ആ പർവ്വത്തിലാണ് പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ. അവിടെ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ, യുദ്ധത്തിൽ ഈ സേനകളെ അണിനിരത്തുക, ഇങ്ങനെയുള്ള ഈ സംഭവങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയ്ക്ക് ഈ സംഭാഷണം മാത്രമല്ല, ഈ 700 ശ്ലോകമല്ല, ഇതിൽ കൂടുതലുള്ള സംഭാഷണങ്ങൾ അവിടെ നടന്നതായി പറയുന്നുണ്ട്. ഭീഷ്മര് സ്വന്തം ചരിത്രം പറയുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും സംഭാഷണങ്ങളും എല്ലാം വരുന്നുണ്ട്. അന്നത്തെ യുദ്ധ നിയമങ്ങളനുസരിച്ച് ഇതിനൊക്കെ സമയമുണ്ട്. ഇതിന് ഗീതോപദേശം കഴിഞ്ഞതിന് ശേഷം, യുദ്ധം വീണ്ടും തുടങ്ങിയതിന് ശേഷവും വീണ്ടും ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് ധൃതരാഷ്ട്ര ആയുധം ഉപേക്ഷിച്ച് കൗരവ സൈന്യത്തിനിടയ്ക്കില്ലെന്ന്. ഇന്നത്തെ ഒരു യുദ്ധരംഗത്തിൽ അത് നടക്കും. ശത്രു സൈന്യത്തിന്റെ ഇടയിൽ ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് ചെന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് തിരിച്ചു വരാൻ കഴിയത്തില്ല. പക്ഷെ അന്നത്തെ യുദ്ധത്തിൽ അത് നടക്കും. അവിടെ പോയി അവരുടെയൊക്കെ അനുവാദം വാങ്ങി തിരിച്ചു വന്നു. വീണ്ടും അവിടെ നിന്ന് ധർമ്മപുത്രർ പറയുന്നുണ്ട്, ഇനി ആ പക്ഷത്ത് നിന്ന് ഞങ്ങളുടെ പക്ഷത്തേക്ക് വരാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഉടനെ ധൃതരാഷ്ട്രപുത്രരായ യുയുത്സു അതിന് തയ്യാറായി വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ആ യുദ്ധമുഖത്ത് യുദ്ധത്തിന് തയ്യാറായിരിക്കുന്ന സൈന്യങ്ങളുടെ നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും പരസ്പരം ദൂതന്മാരെ പറഞ്ഞയക്കുന്നു. അവർ പോയി രണ്ടു കൂട്ടരുടെ ഇടയ്ക്കും സംഭാഷണം നടത്തുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊരു ചെറിയ ഭാഗം മാത്രമേ ആകുന്നുള്ളൂ ഗീതോപദേശം. അത് മാത്രമല്ല,
മറ്റൊന്ന്, ഗീതയ്ക്ക് മറ്റ് നിരവധി ആധ്യാത്മിക ശാസ്ത്രങ്ങളുണ്ടെങ്കിലും ഭഗവത്ഗീതയ്ക്ക് ഇത്രയും വലിയ പ്രചാരം കിട്ടുന്നതിന് കാരണം തന്നെ അത് യുദ്ധമുഖത്ത് ഉപദേശിച്ചുകൊണ്ടാണ്. വ്യാസൻ അങ്ങനെ ഒരു സന്ദർഭത്തെ സൃഷ്ടിച്ച് ഗീതയെ അവതരിപ്പിച്ചതുകൊണ്ടാണ് ഗീതയ്ക്ക് ഇത്രയും വിപുലമായ പ്രചാരം ജനമധ്യത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് ആ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് വ്യാസൻ അവതരിപ്പിച്ചിരിക്കുന്ന രീതി ചിന്തിക്കുമ്പോൾ ഗീതോപദേശത്തിൽ യാതൊരു സാങ്കത്യമില്ല. ഒരു യുദ്ധഭൂമിയിൽ വെച്ച് ഇതെല്ലാം ഇതിൽ കൂടുതൽ കാര്യങ്ങളും പറയാമെന്നാണ് മഹാഭാരതം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് അത്തരം സംശയങ്ങളും ആക്ഷേപങ്ങളൊന്നും ഈ മഹാഭാരതം ശ്രദ്ധിച്ച് വായിക്കാത്തതുകൊണ്ടാണ് അത്തരം സംശയങ്ങൾ വരുന്നത്. അതുകൊണ്ടിവിടെ എന്താണ് സഞ്ജയൻ പറയുന്നത്? ഭഗവാൻ അർജുനൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ഭഗവാൻ കുരുക്കന്മാരെ നോക്കൂ എന്ന് പറഞ്ഞ് ആ രഥത്തെ സേനകളുടെ മധ്യത്തിലായി നിരത്തി എന്നാണ്. ഏവം ഉക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണപ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാൻ ഉവാച പാർത്ഥ പശ്യതാൻ സമവേതാൻ ഗുരുനിധി. തത്ര പശ്യൻ സ്ഥിതാൻ പാർത്ഥ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖിൻസ്തഥാ ശ്വശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ നിഷീദന്നിദമബ്രവീത് ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപധുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായത്തെ ഗാണ്ഡീവം സംസൃതേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യത്തെ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ. പാർത്ഥഃ തത്ര സ്ഥിതാൻ അപശ്യത്. പാർത്ഥൻ തത്ര സ്ഥിതാൻ, തത്ര ആ രണഭൂമിയിൽ സ്ഥിതാൻ നിന്നവരെ അപശ്യത് കണ്ടു എന്നാണ്. ആരെയൊക്കെയാണ് കണ്ടത്? അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. പിതൃക്കന്മാരെ. പിതൃശബ്ദത്തിന്റെ ദ്വിതീയ ബഹുവനമാണ്. കണ്ടു പിതൃക്കന്മാരെ എന്നർത്ഥം. പിതാമഹന്മാരെ കണ്ടു. ആചാര്യന്മാരെ കണ്ടു. മാതുലാൻ ഇവിടെ എല്ലായിടത്തും പാർത്ഥഃ മാതുലാൻ അപശ്യത്, പാർത്ഥഃ ഭ്രാതॄൻ അപശ്യത്, ഇങ്ങനെ അന്വയിച്ചു. പുത്രന്മാരെ കണ്ടു. പൗത്രന്മാരെ കണ്ടു. സഖിമാരെ കണ്ടു.
ശുശുരാൻ ശുശുരന്മാരെ കണ്ടു, സുഹൃത്തുക്കളെ കണ്ടു. അപ്പൊ ഇതെല്ലാം ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. സാധാരണ സംസ്കൃതത്തിൽ ബഹുവചന ശബ്ദം ഉപയോഗിക്കുന്നത് 3 പേരോ അതിൽ കൂടുതലുള്ളവരെ പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ ഒരാളിനെ പറയാനും ബഹുവചനം ഉപയോഗിക്കുക. അതിന് പല സന്ദർഭങ്ങളിൽ അങ്ങനെ ഉപയോഗിക്കുക. അതിലൊന്നാണ് പൂജക ബഹുവചനം. ഒരു പൂജ്യനായ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അവിടെ ബഹുവചനം ഉപയോഗിക്കുന്നു. അസ്മദ് ഗുരുവൻ, എന്റെ ഗുരുവിനെ എന്ന് പറയുന്നതിന് അവിടെ അസ്മദ് ഗുരും എന്നല്ല പ്രയോഗിക്കേണ്ടത്. എന്റെ ഗുരുവിനെ എന്നല്ല, ഗുരുവൻ. അവിടെ ഗുരുവൻ എന്ന് പറയുന്നത് ബഹുവചനമാണ്. ഒരാളെ ഉള്ളൂ ഗുരു, എന്നാലും ഗുരുവൻ എന്ന് ഉപയോഗിക്കും. പൂജക ബഹുവചനം എന്ന് പറയുന്നു. മാതാവ്, പിതാവ് ഇവരെ കുറിച്ച് പറയുമ്പോൾ, ഗുരുക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ പൂജനീയരായ ആരെ കുറിച്ച് പറഞ്ഞാൽ അവിടെ എല്ലാം ബഹുവചനം ഉപയോഗിക്കണമെന്നാണ് നിയമം പൊതുവെ. പക്ഷെ കാവ്യങ്ങളിലും മറ്റും ചിലപ്പോൾ ഏകവചനം ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഇത്തരം സന്ദർഭങ്ങളിൽ ഇതെല്ലാം ഉപയോഗിക്കുന്നത് പൂജക അർത്ഥത്തിലാണ്. അതുകൊണ്ട് പിതൃക്കന്മാരെ, അപ്പോ ഒരുപാട് പിതാക്കളുണ്ടോ എന്നൊക്കെ ചില ചോദിച്ചാൽ ഒരാൾ പിതൃകനെന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അച്ഛന്മാരുള്ളതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ച് എന്നില്ല, ഒരച്ഛനേ ഉള്ളൂവെങ്കിലും ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ തന്നെയാണ്, പിതൃകൾ എന്ന് തന്നെയാണ്. പിതാമഹാൻ, ആചാര്യാൻ, മാതുലാൻ, ഭ്രാതൃൻ, പുത്രാൻ, പൗത്രാൻ, സഖീൻ, ശ്വശുരാൻ. ഇത് ഒരു ഭാഷാ ശൈലിയാണ്. എല്ലാം കൂടെ ഒറ്റ വാക്കിൽ ബന്ധുക്കളെ കണ്ടു എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ഇത് വ്യാസന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ വളരെ വൈവിധ്യപൂർണമായി വർണ്ണിക്കുക. അത് വ്യാസന്റെ ഒരു ശൈലിയാണ്. ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു വാക്ക് ഉപയോഗിക്കേണ്ടിടത്ത് 1000 വാക്ക് ഉപയോഗിക്കും. അങ്ങനെ സർവരെയും കണ്ടു എന്ന് വരുത്തണം. അത് ഒരു വ്യക്തിക്കുണ്ടാകുന്ന വൈകാരിക ബന്ധങ്ങൾ, അപ്പോ പിതാവും പിതാമഹനും ഗുരുവും മാതുലനും, ഇങ്ങനെ ഓരോരോ ബന്ധങ്ങൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ബന്ധങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെല്ലാം തരത്തിലൊരു വ്യക്തിക്ക് വൈകാരിക ഭാവം ഏതെല്ലാം വ്യക്തികളുണ്ടാവാമോ അവരെല്ലാവരും അവിടെ ഉഭയോഹോ സേനയോരവി, 2 സേനകളിലായിട്ട് കാണുകയാണ്. മുഖാമുഖം യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് ബന്ധുക്കളല്ല. അവസ്ഥിതാൻ സർവാൻ ബന്ധൂൻ താൻ സർവാൻ ബന്ധൂൻ സമീക്ഷ സകൗന്ദേയ. അവസ്ഥിതാൻ താൻ സർവാൻ ബന്ധൂൻ, അവിടെ കൂടി നിൽക്കുന്ന സർവരും ബന്ധുക്കളാണ്. അന്യരായിട്ട് ആരുമില്ല. അവരെ സർവരെയും സമീക്ഷ കണ്ടിട്ട് ആണ് അവസ്ഥിതാൻ താൻ സർവാൻ ബന്ധൂൻ സമീക്ഷ, അവരെല്ലാം നല്ലവണ്ണം കണ്ടു. കണ്ടിട്ട് സ കൗന്ദേയ, ആ കുന്തിപുത്രൻ പരയാ കൃപയാ അവിഷ്ട, പരവുമായ കൃപയാൽ അവിഷ്ടനായി. കൃപ എന്ന് പറഞ്ഞ സ്നേഹം എന്നുള്ള അർത്ഥമാണ്. പരവുമായ കൃപ, സ്നേഹം, മമത, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവരോടുള്ള ആ മമതയാൽ ആവിഷ്ടനായി, ആവേശിക്കപ്പെട്ടവനായി. അതാണ് പെട്ടെന്ന് ഇതിനെ ഭാഷ്യകാരൻ ഒറ്റ വാക്യത്തിൽ ഇതിനങ്ങ് സൂചിപ്പിക്കും. ഭാഷ്യം തുടങ്ങുന്നിടത്ത് എന്താണ്, ഞാനെന്നും എന്റേതെന്നുള്ള വിചാരം കൊണ്ട് അവിടെ മമതയുണ്ടായി. ആ മമത മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഗീതോപദേശം എന്നിങ്ങനെ തുടങ്ങും ഭാഷ്യത്തിൽ. അത് നമ്മൾ ചർച്ച ചെയ്യും. അതിനിവിടെ വ്യാസഭഗവാൻ സൂചിപ്പിക്കുകയാണ് ആ പരവുമായ കൃപ, കടുത്ത മമത എന്നാണ്. പെട്ടെന്ന് വന്നു, സ്നേഹം വന്നു അവരോടല്ല. അതിനാൽ ആവേശിക്കപ്പെട്ടവനായി
വിഷീദൻ, ദുഃഖിതനായി ഇദം അബ്രവീ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ പറഞ്ഞു എന്നാണ്. അപ്പൊ ഇവിടെ വ്യാസൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഇത്തരം മമതയ്ക്ക്, കൃപയ്ക്ക് ഒരുവൻ വശംവദനാകാൻ പാടില്ല എന്നാണ്. സ്വകർത്തവ്യ നിർവഹണത്തിൽ നിന്നും ഇത്തരം മമത അല്ലെങ്കിൽ കൃപ ഒരാളെ പിന്തിരിപ്പിക്കാൻ പാടില്ല. ആ കൃപയാണ് ഇവിടെ അർജുനനെ പിന്തിരിപ്പിക്കുന്നത്. അത് വരാൻ പാടില്ല എന്നാണ്. കാരണം അർജുനനാണ് അല്പം മുമ്പ് യുദ്ധം ചെയ്യുന്നതിന് തയ്യാറായി ആയുധം ഉയർത്തിയത്, യുദ്ധത്തിന് വേണ്ട സർവ്വസന്നാഹങ്ങൾ ഒരുക്കിയത്, യുദ്ധത്തിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നു. യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അത് യുദ്ധം ചെയ്യുന്നവർക്ക് നമ്മളെക്കാൾ കൂടുതൽ അറിയാമായിരുന്നു. കാരണം പല യുദ്ധങ്ങളും അവർ ചെയ്തിട്ടുള്ളവരാണ്, നാശനഷ്ടങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളവരുമാണ്. യുദ്ധത്തിന്റെ കെടുതികളെക്കുറിച്ചൊക്കെ അവർക്ക് ശരിക്കും ബോധ്യമുള്ളവരാണ്. പക്ഷെ എന്നിട്ടും ആ യുദ്ധം അനിവാര്യമായി വന്നു. പിന്നെ അതിൽ നിന്ന് പിന്മാറാൻ സാധ്യമല്ല. അങ്ങനെ ഒരു സന്ദർഭത്തിൽ യുദ്ധം കർത്തവ്യമായി വന്നപ്പോൾ അതിൽ നിന്ന് മമത കൊണ്ട് പിന്മാറുക, അത് ശരിയില്ലെന്നാണ് ഇവിടെ പറയുന്നത്. ഏത് കർമ്മമായാലും ശരി, അതൊരു കർത്തവ്യം. അത് കർത്തവ്യമായി വരുമ്പോൾ അതിനെ സ്വധർമ്മം എന്ന് വിളിക്കുന്നു. കർത്തവ്യത്തെയാണ് സ്വധർമ്മം എന്ന് പറയുന്നത്. അത് കർത്തവ്യമാണെന്ന് ഒരിക്കൽ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ, കർത്തവ്യം എന്ന് പറയുമ്പോൾ കർത്തും അർഹം, കർത്തും യോഗ്യം, ചെയ്യാൻ യോഗ്യമായ ഒരു കാര്യമാണ്. കർത്തവ്യം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ വ്യുത്പത്തി തന്നെ അതാണ്. കർത്തും അർഹം അല്ലെങ്കിൽ കർത്തും യോഗ്യം, ചെയ്യാൻ യോഗ്യമായത്. ചെയ്യാൻ യോഗ്യമായ ഒരു കാര്യം ഒരാൾ ചെയ്തു തന്നെ തീരണം. അതിൽ നിന്ന് തക്കതായ കാരണം കൂടാതെ പിന്മാറാൻ പാടില്ല. ഒരു കാരണവശാലും മമത കൊണ്ട്, ബന്ധുജനങ്ങളോടുള്ള മമത കൊണ്ട് പിന്മാറാൻ പാടില്ല എന്നതിവിടെ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ കർത്തവ്യച്യുതി സംഭവിക്കുന്നു. സ്വധർമ്മ പാലനം, സ്വധർമ്മ പരിപാലനം അവിടെ സംഭവിക്കുന്നില്ല. അപ്പൊ മനുഷ്യൻ സ്വധർമ്മങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു. അത് പറയും. സ്വധർമ്മം വിട്ട് പരധർമ്മത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അർജുനന് സ്വധർമ്മത്തെക്കുറിച്ച് പറയും. ഭഗവാൻ പറയുന്നത് വലിയ പാപമാണ്. ഒരു കാരണവശാലും ഒരാൾ സ്വധർമ്മത്തെ വിട്ട് പരധർമ്മത്തെ സ്വീകരിക്കാൻ പാടില്ല. അർജുനൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്? സ്വധർമ്മമായ ആ കർത്തവ്യത്തെ വിട്ടിട്ട് പരധർമ്മമായ ഭിക്ഷാടനവും മറ്റും സ്വീകരിക്കാൻ വരുമ്പോഴുകയാണ്. യുദ്ധം വേണ്ട, ഇതിനും നല്ലത് ഭിക്ഷ സ്വീകരിക്കുന്നതെന്നാണ്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതിനു മുമ്പ് സഞ്ജയൻ പറഞ്ഞാണ്, പാണ്ഡവന്മാരോട് പറഞ്ഞാണ്, നിങ്ങൾ യുദ്ധം ചെയ്യുന്നതിനും നല്ലത് നിങ്ങൾ പോയി ഭിക്ഷയടിക്കും. ഇവിടെ എത്രയോ ഗ്രാമങ്ങൾ, നഗരങ്ങളൊക്കെ ഉണ്ട്. യുദ്ധം ചെയ്ത് പരസ്പരം നശിക്കുന്നതിന് നല്ലത് നിങ്ങൾ പോയി ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതാണെന്ന് സഞ്ജയൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പാണ്ഡവന്മാരോട്. അത് അർജുനനും കേട്ടതാണ്. അതുകൊണ്ടാണ് അർജുനനും പറയുന്നത് എന്താണ്, ഇതിനും നല്ലത് ഭിക്ഷയെടുത്ത് ജീവിക്കുന്നത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒന്ന് പറയുന്നതിന് അർജുനൻ പ്രേരിപ്പിച്ചത് മമതയാണ്. ഈ മമത കർത്തവ്യ നിർവഹണത്തിന് തടസ്സമായി നിൽക്കാൻ പാടില്ല. അത് തടസ്സമായി ഇവിടെ വന്നിരിക്കുന്നു. അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഉപദേശിക്കുന്നത് ഗീത. ആ മമത എന്താണ് അർജുനൻ ഉണ്ടാക്കിയത്? വിഷീദൻ, വിഷാദത്തെ ഉണ്ടാക്കി, ദുഃഖത്തെ ഉണ്ടാക്കി. മമതയുടെ ഫലമായി ഒരുവനുണ്ടാകുന്നത് വിഷാദമാണ്, ദുഃഖമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ മോക്ഷമാർഗത്തിലേക്കുള്ള യാത്ര, മോക്ഷമാർഗത്തിലൂടെയുള്ള ആ പ്രയാണം, അതിന് എന്തൊക്കെ തടസ്സമായി നിൽക്കുന്നു, അതാണ് ഗീതയിൽ ചർച്ച ചെയ്യുന്നത്. അതിനെങ്ങനെ നിവാരണം ചെയ്യണം, അതിനുവേണ്ട ഉപദേശങ്ങളാണ് ഗീതയിൽ കൊടുക്കുന്നത്. അപ്പൊ അതിനേറ്റവും തടസ്സമായി നിൽക്കുന്ന ഈ വിഷാദം തന്നെയാണ്. വിഷാദം ഇന്ന് വലിയൊരു വിഷയമാണ്, ചർച്ച ചെയ്യുന്ന വിഷയമാണ്. പക്ഷെ അത് ഒരു മനഃശാസ്ത്രത്തിന്റെ വിഷയം. അത് തന്നെയാണ് ഇവിടെ വ്യാസൻ. അതാണ്
നേരത്തെ ഞാൻ പറഞ്ഞത് വ്യാസൻ ചർച്ച ചെയ്യുന്നത് മഹാഭാരതം എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സാണ്. ആ മനുഷ്യന്റെ മനസ്സിൽ കടന്നുവരുന്ന എപ്പോഴും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വിഷാദം. ഈ വിഷാദത്തിന് പ്രധാന കാരണം മമതയാണ്. അപ്പൊ ആ വിഷാദത്തെ ഇല്ലാതാക്കുക, ഇത് രോഗമാണെന്നാണ് പറയുന്നത്. എന്തായാലും അർജുനനും ആ രോഗം തന്നെയാണ് പിടിപെട്ടത്, വിഷാദ രോഗം. അതിനെ മാറ്റുന്നതാണ്. അതെങ്ങനെ കടന്നു വരുന്നു അത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വരികൾ പറയുന്നത്. കൃപയ പരയ, അടുത്ത മമത വിഷാദത്തിന് കാരണമാകുന്നു. ആ വിഷാദം കൊണ്ട് പിന്നീട് അർജുനൻ പറയുന്ന കാര്യങ്ങളാണ് അടുത്ത് പറയുന്നത്. ഇതം അബ്രവീത്, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? കൃഷ്ണ, അല്ലയോ കൃഷ്ണ, യുയുത്സും സമുപസ്ഥിതം ഇമം സ്വജനം ദൃഷ്ട്വ. യുയുത്സും, യുദ്ധം ചെയ്യുന്നതിന് തയ്യാറായി, സമുപസ്ഥിതം, എത്തിച്ചേർന്നവരായ, ഇമം സ്വജനം, ഈ സ്വജനങ്ങളെ, സ്വജനം എന്ന് വെച്ചാൽ ബന്ധുക്കളെ, ദൃഷ്ട്വ, കണ്ടിട്ട്, മമ ഗാത്രാണി സീതന്തി, എന്റെ ശരീരം തളരുന്നു, എന്റെ ശരീരം തളരുന്നു. മുഖം ച പരിശുഷ്യതി, മുഖം വരളുന്നു, വായ് വളരുന്നു. മുഖം എന്ന് വെച്ചാൽ വായ് എന്നാണ് അർത്ഥം. നമ്മൾ മലയാളത്തിൽ മുഖം എന്ന് പറഞ്ഞാൽ മുഖം മൊത്തത്തിൽ പറയുന്നു. നാക്ക് വരണ്ടു പോവുക എന്ന് പറയുന്നു, അതാണ്. മുഖം ഉണങ്ങിപ്പോകുന്നു, വായില ഉമിനീര് പറ്റിപ്പോകുന്നു എന്നാണ്. എന്റെ ശരീരം തളരുന്നു, ശരീരം ഗാത്രാണി, ഗാത്രം, ഗാത്രേ, ഗാത്രാണി. ഇപ്പൊ ഗാത്രാണി എന്ന് ഉള്ള ബഹുവചന ശബ്ദം എന്താണ്? അർജുനന് ഒരുപാട് ശരീരങ്ങളുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, സാധാരണ ഗാത്രാണി എന്ന് പറയാറുണ്ട്. അതായത് എന്റെ ശരീരം മൊത്തം തളരുന്നു എന്നാണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഗാത്രാണി ബഹുവചനം ഉപയോഗിച്ചിരിക്കുന്നത്. അതങ്ങനെയും ഒരു പ്രയോഗമുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു വസ്തുവിൽ ബഹുവചന ശബ്ദങ്ങൾ പ്രയോഗിക്കുന്നത് ഒന്ന് പൂജ ബഹുവചനം, ഒന്ന് ഒരു വസ്തുവിൽ അനേക ഭാഗങ്ങളുണ്ട്. വസ്തു ഒന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു വൃക്ഷം എന്ന് പറയുന്ന ഒന്നാണ്, പക്ഷെ അതിന് അനേക ശിഖരങ്ങളുണ്ട്. അപ്പോൾ ആ വൃക്ഷം ചലിക്കുന്നു എന്ന് പറയുന്നു. ആ വൃക്ഷം ചലിക്കുന്നു എന്ന് പറയുമ്പോൾ വൃക്ഷ കമ്പതേ, വൃക്ഷം ചലിക്കുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ വൃക്ഷ ചലതി, വൃക്ഷം ചലിക്കുന്നു എന്ന് പറയാം. പക്ഷെ ആ വൃക്ഷത്തിന്റെ എല്ലാ ശിഖരങ്ങളും ഒരുമിച്ച് കാറ്റിലാടുകയാണ് എന്ന് പറയുന്നതിന് വേണ്ടി ഒരു വൃക്ഷത്തിനാണ്, ഒരു വൃക്ഷം പൂർണ്ണമായും ചലിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടി പറയും. എന്താണ്? വൃക്ഷാഹ ചലന്തി, ബഹുവചനത്തിൽ പറയും. അത് ഭാഷയുടെ ഒരു ശൈലിയാണ്. അങ്ങനെ പ്രയോഗിക്കാറുണ്ട്, പല ഭാഗങ്ങളും പ്രയോഗിക്കും. വൃക്ഷാഹ ചലന്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് വൃക്ഷങ്ങൾ ചലിക്കുന്നു എന്നല്ല, ഒരു വൃക്ഷം അതിന്റെ ശാഖകളോടുകൂടി കാറ്റത്ത് മൊത്തം ചലിക്കുന്നു എന്നാണ്. അതുപോലെ നമ്മൾ പറയുന്നത് എന്റെ കൈയും കാലും എല്ലാം തളർന്നു പോകുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഗാത്രാണി സീതന്തി. ഇത് സാധാരണ ഭാഷയിൽ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. സംസ്കൃത ഭാഷയെക്കുറിച്ച് സാമാന്യമായ വിവരമുള്ളവർക്കെല്ലാം ഇത് അറിയാവുന്നതാണ്. എന്നാലും ഈ പ്രയോഗങ്ങളെ കണ്ടിട്ട് വ്യാഖ്യാതാക്കൾ എന്തൊക്കെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്? സ്ഥൂല ശരീരം ചലിക്കുന്നു, സൂക്ഷ്മ ശരീരം ചലിക്കുന്നു, കാരണ ശരീരം ചലിക്കുന്നു, പിന്നെ ഏതൊക്കെ ശരീരമുണ്ട് അതൊക്കെ ചലിക്കുന്നു. ഇത് സാധാരണ ഒരു പ്രയോഗമാണ്. അത്രയും കടന്നു കയറിയ വ്യാഖ്യാനങ്ങൾക്കൊന്നും പോകേണ്ട കാര്യമില്ല. എന്റെ ശരീരം മൊത്തം തളരുന്നു നമ്മൾ പറയാറില്ല. അങ്ങനെ പറയുന്നതിന് സംസ്കൃതത്തിൽ പറയുന്ന ഒരു പ്രയോഗമാണിത്. ഗാത്രാണി, കൈയും കാലും എല്ലാം തളരുന്നു എന്ന് പറയുന്നതിന് പകരം ഗാത്രാണി സീതന്തി എന്ന് പറഞ്ഞാണ്. അതാണ് അർജുനനും പറയുന്നത്. എന്റെ ശരീരം ആകമാനം മൊത്തം കൈയും കാലും എല്ലാം തളർന്നു പോകുന്നു, വായു വരണ്ടു പോകുന്നു, ഉമിനീര് നഷ്ടപ്പെടുന്നു. വിഷാദം, കൃപ, വിഷാദം അത് ശരീരത്തിലുണ്ടാക്കുന്ന, ശാരീരികമായി ഉണ്ടാക്കുന്ന
മാറ്റങ്ങളാണ് ഇവിടെ പറയുന്നത്. സ്വാനുഭവത്തെ അർജുനൻ പറയുകയാണ്. മുഖം പരിശുഷ്യതി മേ ശരീരേ വേഭതു രോമഹർഷസജ്ജായതേ. മേ ശരീരേ, എന്റെ ശരീരത്തിൽ വേപഥു വിറയൽ, വിറയലും രോമഹർഷവും ഉണ്ടാകുന്നു. വലിയ ഭയവും മറ്റും ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ രോമങ്ങൾ എഴുന്നേറ്റ് രോമഹർഷം അതുണ്ടാകുന്നു. ഭയം കൊണ്ടുണ്ടാകും, സന്തോഷം കൊണ്ടും ഉണ്ടാകും. ഇവിടെ എന്താണ്? അർജുനന് ദുഃഖം കൊണ്ടും ഉണ്ടാകുകയാണ് ആ രോമഹർഷം. സാധാരണ രോമഹർഷം എന്ന് പറയുന്നത് സന്തോഷത്തിനെ സൂചിപ്പിക്കാനാണ്. പക്ഷെ ഇവിടെ സന്തോഷമല്ല. അങ്ങനെ അല്ലാത്തപ്പോഴും ഇതുണ്ടാവും. ഭയം കൊണ്ടും ഉണ്ടാവും, വിഷാദം കൊണ്ടും ഉണ്ടാവും. അങ്ങനെ ശരീരത്തിന് മനസ്സിനുണ്ടാകുന്ന ആ മാറ്റങ്ങൾ ശരീരത്തിൽ പ്രതിഫലിക്കുകയാണ്. അതാണ് ശരീരത്തിന്റെ തളർച്ചയും മറ്റും. ഉണ്ടായ കാര്യം അത് നമുക്കറിയാം. പെട്ടെന്ന് ജീവിതത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ പെട്ടെന്നൊരു പ്രതിസന്ധി നേരിടേണ്ടി വരുമ്പോൾ ഇതെല്ലാം നമ്മളിൽ സംഭവിക്കും. എന്തെങ്കിലും ഒരു അപകടം വരാൻ പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടത്തിന് നമ്മൾ ദൃക്സാക്ഷിയാകുന്നു. ഇതെല്ലാം ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ഇത്തരം ഒരു മനസ്സിനൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലനം പെട്ടെന്ന് ശരീരത്തിന് അനുഭവപ്പെട്ടിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പലതവണ സാധാരണ സംഭവിക്കുന്നതാണ്. അത് തന്നെയാണ് അർജുനനും സംഭവിക്കുന്നത്. പക്ഷെ അർജുനനും സംഭവിക്കുന്നതിന് കാരണം ഇവിടെ പറഞ്ഞത് മമതയാണ് എന്നാണ്. അപ്പോൾ ഈ കൃപ എന്നുള്ളതിന് സാധാരണ കാരുണ്യം, ജീവികളോടുള്ള കാരുണ്യം എന്നൊരർത്ഥമുണ്ട്. മഹാത്മാക്കളുടെ കൃപ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ആ കൃപയല്ല ഇവിടെ. ആ കൃപയാണെന്ന് പറഞ്ഞുകൂടെ പലരും ഇത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കാരണം ജീവികളോടുള്ള കൃപ ആ കൃപ കൊണ്ടാണ്. അർജുനൻ അങ്ങനെയുള്ള കൃപയൊന്നും ലേശം പോലും ഉള്ള ആളല്ല. കാരണം അത്തരൊരു സന്ദർഭമല്ല. മറിച്ച് അർജുനനെ സംബന്ധിച്ചിടത്തോളം, യുദ്ധം ചെയ്യാൻ പോകുന്ന ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ചുറ്റും കൂടി നിന്നത് ബന്ധുക്കളായതുകൊണ്ട് മാത്രം ആണ് ഇങ്ങനെ ഒരു വികാരം ഉണ്ടായത്. അല്ല മറ്റ് ഏതെങ്കിലും ശത്രുക്കളാണെങ്കിൽ അർജുനന് ഇങ്ങനെ ഒരു കാര്യമൊന്നും തോന്നത്തില്ല. എന്തിന്? ഇവരോട് തന്നെ മുമ്പ് യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇത്രയും തയ്യാറെടുപ്പില്ലായിരുന്നു. അജ്ഞാതവാസം കഴിഞ്ഞ് ഈ കൗരവന്മാരെ, ഭീഷ്മര്, എല്ലാവരോടും അർജുനൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്ത് അവരെല്ലാം പിടിച്ചു കെട്ടി, അവരെല്ലാം ഓടിച്ചിട്ടുണ്ട്. അന്നൊന്നും അർജുനൻ ഈ ഒരു വികാരം ഉണ്ടായില്ല. കാരണം ആ യുദ്ധത്തിനൊന്നും ഇത്രയും തയ്യാറെടുപ്പുകളില്ലായിരുന്നു. ആ യുദ്ധത്തിനൊന്നും ഇത്രയും വലിയ ഭവിഷ്യത്ത് ഉണ്ടാകും എന്ന് ചിന്തിച്ചിരുന്നില്ല. ഇതങ്ങനെയല്ല. ഈ യുദ്ധത്തിന് വേണ്ടി നീണ്ട തയ്യാറെടുപ്പുകളായിരുന്നു. യുദ്ധത്തിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് പലതവണ പാണ്ഡവന്മാര്, ശ്രീകൃഷ്ണൻ, സഞ്ജയൻ, പലരുമായിട്ട്, വ്യാസൻ തന്നെ പലതവണ പാണ്ഡവന്മാരോട് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധം വളരെ ഭയാനകമാണ്. ഇതിൽ ക്ഷത്രിയന്മാരുടെ രക്തവും മാംസവും കൊണ്ട് കുരുക്ഷേത്രം നിറയും. ഇതിലാരും രക്ഷപ്പെടത്തില്ല. ഇങ്ങനെ ഈ യുദ്ധത്തിന്റെ ഭീഷ്മരും ദ്രോണരും എല്ലാം യുദ്ധത്തിൽ മരിക്കും. ഈ കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പാണ്ഡവന്മാർക്കറിയാമായിരുന്നു. കാരണം കൃഷ്ണൻ തങ്ങളോടൊപ്പം ഉള്ളപ്പോൾ വിജയം സുനിശ്ചിതമാണെന്ന് പാണ്ഡവന്മാർക്കറിയാമായിരുന്നു. അതുകൊണ്ട് ബന്ധുമിത്രാദികളുടെ മരണം ഉറപ്പാക്കിയൊരു യുദ്ധമാണ്. അത് സംഭവിക്കും. ഇത് പല പല സന്ദർഭങ്ങളിലായി പലരും പറഞ്ഞു, പലതവണ ചർച്ച ചെയ്തു. അർജുനന്റെ മനസ്സിൽ ഇതിങ്ങനെ പതിഞ്ഞു കിടക്കുകയാണ്, ഈ സർവനാശത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം. അത് നേരിട്ട് കണ്ടപ്പോൾ, അതിന്റെ ഒരു നിമിത്തം, ആ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നേരിട്ട് കണ്ടപ്പോൾ പെട്ടെന്ന് ആ പൂർവ്വ സംസ്കാരങ്ങളെല്ലാം ഉണർന്ന് അർജുനനെ തളർത്തിക്കളഞ്ഞതാണ്. ഇത് സ്വാഭാവികമായിട്ട് ഏതൊരു വ്യക്തിയിലും ഇത്തരം ഒരു സന്ദർഭത്തിൽ ഉണ്ടാകാവുന്ന കാര്യമാണ്. പക്ഷെ മുമ്പ് അർജുനൻ ചെയ്ത യുദ്ധങ്ങളൊന്നും ഇതുപോലെ ആയിരുന്നില്ല. അജ്ഞാതവാസക്കാലത്ത് യുദ്ധം നടത്തിയതും പെട്ടെന്നായിരുന്നു. ആ യുദ്ധത്തിലും കൊല്ലണമെന്നുള്ള ഉദ്ദേശം രണ്ടു കൂട്ടർക്കും ഉണ്ടായിരുന്നില്ല, മറിച്ച് പേടിപ്പിച്ചോടിക്കുക എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അർജുനനും ആ സമയത്ത് ഭീഷ്മരെ, ദ്രോണരെ കൊല്ലാൻ വേണ്ടി യുദ്ധം ചെയ്തതല്ല. ഒന്നുകിൽ അവരെ ബന്ധനസ്ഥരാക്കുക, അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുക, ഓടിക്കുക. ഇവിടെ അങ്ങനെയല്ല. ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇവരെ കൊന്നേ തീരും. രണ്ടിലൊന്നും തീരുമാനിക്കണം. ഇത് ഇവരുടെ എല്ലാം മരണത്തിലേ തീരൂ. ഇവരെ എങ്ങനെ കൊല്ലാം എന്നുള്ളതിനെക്കുറിച്ച് പലതവണ ചിന്തിച്ചതാണ്.
പാണ്ഡവന്മാർ ഒരുമിച്ചു കൃഷ്ണനുമായിട്ട്. അതുകൊണ്ട് ഇവരുടെ എല്ലാം മരണം സുനിശ്ചിതമാക്കി ഈ ഒരു യുദ്ധത്തിൽ താൻ കൊല്ലാൻ പോകുന്നവരെ അല്ലെങ്കിൽ ബാക്കി പരസ്പരം കൊല്ലാൻ പോകുന്ന എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും അർജുനന്റെ മനസ്സിൽ ആ ബന്ധുജനങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ ഒരു വിഷാദം ഉണ്ടായി, ഈ അവസ്ഥകളെല്ലാം ഉണ്ടായി. അത് തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശ്രീകൃഷ്ണനോട് അർജുനൻ തുറന്നു പറയുകയാണ്. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹസ്താത് ഗാണ്ഡീവം ശ്രംസത്തെ, എന്റെ കയ്യിൽ നിന്നും ഗാണ്ഡീവം വഴുതിപ്പോകുന്നു എന്നാണ്. ഖാണ്ഡവദാഹം, അവിടെ ദേവന്മാരും അസുരന്മാരും എല്ലാം കൂടി ചേർന്ന് അർജുനനോട് യുദ്ധം ചെയ്തു. അർജുനൻ അവരെ എല്ലാവരെയും പരാജയപ്പെടുത്തി. ആ സമയത്തും ഇങ്ങനെയുള്ള ഒരവസ്ഥ വന്നില്ല. കാരണം അവിടെയെല്ലാം യുദ്ധത്തിന് മുമ്പിൽ നിന്ന് ശത്രുക്കളാണ്. പക്ഷെ ഇവിടെ യുദ്ധത്തിന് മുമ്പിൽ നിൽക്കുന്ന ആരാണ്? ബന്ധുക്കളാണ്. ആ ബന്ധുക്കളോട് യുദ്ധം ചെയ്യേണ്ടി വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഹസ്താത് ഗാണ്ഡീവം ശ്രംസതേ, ശ്രംസതേ വഴിപ്പോകുന്നു, എന്റെ കയ്യിൽ നിന്ന് ഗാണ്ഡീവം വില്ല് വഴിപ്പോകുന്നു. പരിദഹ്യതേച്ച, തൊലി ചുട്ടുപൊള്ളുന്നത് പോലെ. ഇതെല്ലാം സർവ്വ മനുഷ്യർക്കും അനുഭവപ്പെടുന്ന കാര്യമാണ്. അത് അർജുനനിൽ വ്യാസഭഗവാൻ ചിത്രീകരിക്കുന്നു എന്നേ ഉള്ളൂ. അത്ര വലിയ മാനസികമായ സംഘർഷം വരുമ്പോൾ ദേഹമെല്ലാം ചുട്ടുകൊള്ളുന്നത് പോലെ തോന്നുന്നു. എന്നുവെച്ച ശക്നോമി അവസ്ഥാതും, അവസ്ഥാതും പിടിച്ചു നിൽക്കുന്നതിന്, എന്നുവെച്ച ശക്നോമി എനിക്ക് കഴിയുന്നില്ല. മേ മനഃ ഭ്രമതീവ, നമ്മൾ പറയാറുണ്ടല്ലോ തല കറങ്ങുന്നു, അത് തന്നെയാ പറയുന്നു. തല എന്ന് പറയുന്നതിന് പകരം മനസ്സെന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് തല ചുറ്റുന്നു എന്നാണ്. മേ മനഃ ഭ്രമതീവ, എന്റെ മനസ്സ് കറങ്ങുന്നത് പോലെ തോന്നുന്നു. തല ഒരിക്കലും കറങ്ങാറില്ലല്ലോ, അതാണ് ഇവ പ്രയോഗിച്ചിരിക്കുന്നത്. കറങ്ങുന്നത് പോലെ എന്നാലും നമ്മൾ പറയാറുണ്ട്. ആകെ സംഭ്രമം എന്ന് മനസ്സിലാക്കിയാൽ മതി. ആകെ സംഭ്രമിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത് തികച്ചും അർജുനന്റെ വ്യക്തിനിഷ്ഠമായ ആന്തരികമായ അനുഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇത് സാധാരണ മനുഷ്യന് ദുഃഖവും ആ ദുഃഖത്തോടൊപ്പം വിഷാദവും വന്ന് മമതയും ആ മമതയോടൊപ്പം വിഷാദവും വന്നു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന് സംഭവിക്കുന്ന കാര്യമാണ്. ഇതെല്ലാം സംഭവിക്കുന്നു, ഇതെല്ലാം തളർന്ന് സംഭവിക്കുന്നു. അതായത് ഇപ്പോൾ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം, ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനെ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അതിന് പെട്ടെന്നൊരു ഓപ്പറേഷൻ വേണം, തിയേറ്ററിലേക്ക് കയറ്റുന്നു. ഇത് കാണുമ്പോൾ ഒരു അമ്മയ്ക്കുണ്ടാകുന്ന മനോഭാവം, ആ മമത കൊണ്ട്, കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് ഈ പറയുന്നതെല്ലാം ആ വ്യക്തിക്ക് സംഭവിക്കും. അല്ലെങ്കിൽ മറ്റൊരാളിന്, അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിന് എന്തെങ്കിലും അസുഖം വന്നുവെന്നോ അല്ലെങ്കിൽ ഒരു അപകടം പറ്റിയെന്നോ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ സംഭവിക്കും. അവിടെയെല്ലാം സൂക്ഷ്മമായി പ്രവർത്തിക്കുന്ന എന്തുകൊണ്ട്? ഈ പറയുന്ന മമതയാണ്. അതിന് തെളിവ്, മമതയില്ലെങ്കിൽ ഈ സംഭവങ്ങളൊന്നും സംഭവിക്കത്തില്ല. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്കല്ലാതെ ഈ ലോകത്ത് എത്രയോ മരണങ്ങൾ നടക്കുന്നു. ആർക്കും ഇത്തരം അനുഭവങ്ങളൊന്നും ഉണ്ടാകാറില്ല. പക്ഷെ തന്റെ പ്രിയപ്പെട്ടവർ, മാതാവോ പിതാവോ സഹോദരനോ മരിച്ചു കഴിഞ്ഞാൽ ആ മരണ സന്ദർഭം പെട്ടെന്ന് യാദൃശ്ചികമായി നേരിടേണ്ടി വരുന്ന ഒരു വ്യക്തിക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കും. അപ്പൊ അവിടെ എന്താണ്? അവിടെയും സംഭവിക്കുന്നത് തന്നെയാണ് കൃപ, മമത, ആ വ്യക്തിയോടുള്ള മമത. ആ മമത കൊണ്ട് മറ്റ് എത്ര അച്ഛന്മാർ മരിച്ചാലും അമ്മമാര് മരിച്ചാലും വരാത്ത ദുഃഖം തന്റെ അച്ഛൻ അല്ലെങ്കിൽ തന്റെ മകൻ അല്ലെങ്കിൽ തന്റെ അമ്മ, തന്റെ ഭാര്യ, തന്റെ ഭർത്താവ് എന്നുള്ള ആ മമതയിലുണ്ടാവും. ഇത് വളരെ സ്പഷ്ടമായൊരു കാര്യമാണ്. അർജുനന് ഇവിടെ സംഭവിച്ചിരിക്കുന്ന മമതയാണ്. ആ മമത കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ടായത്. സർവനാശത്തെക്കുറിച്ച് പെട്ടെന്ന് മനസ്സിൽ കടന്നു. ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ സംഭവിക്കാമോ പലരും ചോദിക്കും.
അങ്ങനെ ഇത്രയും യുദ്ധത്തിന് തയ്യാറായ ഒരാളിന് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാമോ? ഇത് സാധാരണ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. കാരണം നമുക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും മരണത്തെക്കുറിച്ച് അത്രയും വേണ്ടപ്പെട്ട കേട്ടുകഴിഞ്ഞാൽ നിമിഷങ്ങൾക്ക് ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ആ കേൾക്കുന്ന ആളുടെ ശരീരത്തിനും മനസ്സിനുമായിട്ട് സംഭവിക്കാൻ അതിന് താമസമൊന്നും വേണ്ട, സെക്കൻഡുകൾ കൊണ്ട് സംഭവിക്കും. അപ്പം മമത ഏത് സമയത്താണോ ഹൃദയത്തിൽ ഒന്ന് ഉണരുന്നത് അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല. മമത കൊണ്ടാണോ ഇതൊക്കെ സംഭവിച്ചതെന്നും ആ സമയത്ത് പരിശോധിക്കാനോ മനസ്സിലാക്കാനോ കഴിയത്തില്ല. പക്ഷെ നിമിഷങ്ങൾക്കുള്ളിൽ ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ സംഭവിച്ചിരിക്കും. അതുകൊണ്ട് യുദ്ധത്തിന് ഇത്രയും തയ്യാറെടുപ്പോടുകൂടി വന്ന് എങ്കിൽ അർജുനന് ഇങ്ങനെ ഒന്ന് സംഭവിക്കാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സംഭവിക്കാമെന്ന് നമ്മുടെ തന്നെ ജീവിത സന്ദർഭങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. തുടർന്ന് അർജുനൻ പറയാണ്, ഇവിടെ ഇത്രയും സഹജമായി സ്വാഭാവികമായി അർജുനൻ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചപ്പോ ഇതിനെ തുടർന്ന് ആ കൃപയെ തന്നെ നിലനിർത്തിക്കൊണ്ട് തുടർന്ന് അർജുനൻ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് പറയുകയാണടുത്ത്. ഇതുവരെ പറഞ്ഞ് തന്റെ ശരീരത്തിൽ തന്റെ മനസ്സിലുണ്ടായ അവസ്ഥാന്തരങ്ങളെക്കുറിച്ചാണ്. അടുത്തിനി പറയുന്നത് ആ നിലയിൽ തന്നെ നിന്നുകൊണ്ട്, അതായത് മനസ്സ് വിഷാദ അവസ്ഥയിൽ നിന്നുകൊണ്ട് സ്വയം ചിന്തിച്ച് പെട്ടെന്ന് മനസ്സിൽ കടന്നു വരുന്ന കാര്യങ്ങളെ ഭഗവാനോട് പറയുകയാണ്. അത് വേണ്ടുവണ്ണം ചിന്തിച്ചിട്ടല്ല മനസ്സിലേക്ക് കടന്നു വരുന്നതിനെ പറയുന്നു. അപ്പൊ ആ ചിന്തകൾ, ഇത്തരം ഒരു സന്ദർഭത്തിൽ ഒരാളുടെ മനസ്സിൽ കടന്നു വരുന്ന ചിന്തകൾ അത് ഒരിക്കലും യുക്തിയുക്തമോ സ്വീകാര്യങ്ങളോ ആയിരിക്കത്തില്ല. പക്ഷേ അടുത്ത് ഭഗവാൻ പറയുന്നുണ്ട്, നീ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ എന്താണ്, നീ ദുഃഖിക്കുന്നു, പക്ഷെ പണ്ഡിതന്മാരുടെ വാക്കുകളെ പറയുന്നു. പ്രജ്ഞാവാദാംശ ഭാഷസി. അപ്പൊ അറിവുള്ളവരുടെ വാക്യങ്ങളെ നീ പറയുന്നു, അതേസമയം നീ ദുഃഖിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ വിഷാദത്തിന് അടിമപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയും പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ വളരെ ന്യായയുക്തങ്ങളായ വാക്യങ്ങളായിരിക്കും പറയുന്നത്. അർജുനനും ഇവിടെ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ അതെല്ലാം ശരിയാണെന്ന് തോന്നും. ഗീതയുടെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കും തോന്നും എന്താണോ അർജുനന്റെ പൂർവപക്ഷമാണ് കൂടുതൽ യോജിച്ചത് എന്ന് തോന്നും. അത് സ്വാഭാവികമാണ്. എന്തുകൊണ്ട്? കാരണം ഈ അർജുനൻ പറയുന്ന കാര്യങ്ങളെല്ലാം പലതവണ അർജുനൻ ചിന്തിച്ചതും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ട് ആ പറയുന്ന കാര്യങ്ങളിലും ചില കഴമ്പുകളുണ്ട്. അപ്പൊ അത് ചിന്തിക്കാത്ത ഒരു മനുഷ്യന്റെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നതെല്ലാം ശരിയായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഇതെല്ലാം കേട്ടുകഴിഞ്ഞിട്ട് ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നത്. കാരണം ഇതെല്ലാം താൻ പ്രതീക്ഷിച്ചത് തന്നെ ഈ ഒരു അവസ്ഥയിൽ ഇത്തരം ഒരു മനുഷ്യനിൽ നിന്നും ഇതൊക്കെ പ്രതീക്ഷിക്കാമെന്നുള്ളത് തന്നെ എന്നുള്ള ഒരു ഭാവത്തിലാണ് അർജുനന്റെ ഇത്രയും വിഷാദവും ദുഃഖവും വേവലാതിയെല്ലാം കണ്ടിട്ടും ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നു. എന്താണ് അർജുനൻ പറയുന്നതാണ് അടുത്ത മന്ത്രങ്ങളിൽ പറയുന്നത്, അടുത്ത ശ്ലോകങ്ങളിൽ. അപ്പോൾ ഇവിടെ അർജുനന്റെ ആ ആന്തരികമായ അവസ്ഥയാണ് വ്യാസഭഗവാൻ ചിത്രീകരിച്ചിരിക്കുന്നത്. സഞ്ജയ ഉവാച ഏവം ഉക്തോ ഋഷീകേശോ ഗുഡാകേശേന ഭാരത സേനയോർ ഉഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണപ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരുനിതി തത്ര പശ്യത് സ്ഥിതാൻ പാർത്ഥ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതॄൻ പുത്രാൻ പൗത്രാൻ സഖിംസ്തഥാ
ശുശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂൻ അവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദൻ ഇദം അബ്രവീത് ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി ഏകഭിശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായത്തെ ഗാണ്ഡീവം സ്രംസതേ ഹസ്താൻ ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ